السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. السلام ورحمة الله وبركاته. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമുക്ക് സമയം പോരായികയാണ്. ഇനി ഒരു ക്ലാസ് ചെയ്തതിന് ശേഷമുള്ളൂ. സൂറത്തുകൾ 2 ബാക്കിയുണ്ട്. أعوذ بالله من الشيطان الرجيم. واذكر أخا عاد إذ أنذر قومه بالأحقاف وقد خلت النذر من بين يديه ومن خلفه ألا تعبدوا إلا الله إني أخاف عليكم عذاب يوم عظيم. قالوا أجئتنا لتأفكنا عن آلهتنا فأتنا بما تعدنا إن كنت من الصادقين. قال إنما العلم عند الله وأبلغكم ما أرسلت به ولكني أراكم قوما تجهلون. فلما رأوه عارضا مستقبل أوديتهم قالوا هذا عارض ممطرنا بل هو ما استعجلتم به ريح فيها عذاب أليم تدمر كل شيء بأمر ربها فأصبحوا لا يرى إلا مساكنهم كذلك نجزي القوم المجرمين. صدق الله العلي العظيم. നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്ഖാഫ് 20 വരെയുള്ള ആയത്തുകളാണ് വിവരിച്ചിരുന്നത്. അതിൻ്റെ തുടർച്ച 21-ാമത്തെ ആയത്ത് മുതലുള്ള 4-5 ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തത്. ഇന്ന് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അഹ്ഖാഫിലെ ഈ ബാക്കിയുള്ള 2 പേജിന് പുറമെ സൂറത്ത് മുഹമ്മദിന്റെ അല്പഭാഗവും കൂടി ആശയം വിവരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ സൂറത്തിന്റെ പേരായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അഹ്ഖാഫ്, അതിനെക്കുറിച്ച് അഹ്ഖാഫ് ആദ്യത്തെ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചിരുന്നു. ഹൂദ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ട പ്രദേശത്തിന് അക്കാലത്ത് അഹ്ഖാഫ് എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഹൂദ് നബിയുടെ അഥവാ ആദ് സമൂഹം ജീവിച്ചിരുന്ന ആ നാടിന്റെ പേരാകുന്നു അഹ്ഖാഫ്. ഈ അഹ്ഖാഫ് അറേബ്യ ഉപദ്വീപിന്റെ ദക്ഷിണ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അറേബ്യ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സൗദി അറേബ്യയും ഗൾഫ് രാജ്യങ്ങളും യമനും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് അറേബ്യ ഉപദ്വീപ്. ഈ അറേബ്യ ഉപദ്വീപ് ഇന്ത്യയുടെ അത്ര തന്നെ വലിപ്പം വരും. ഇന്ത്യ എന്ന് പറയുമ്പോൾ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം. അതേ വലിപ്പമാണ് ഈ അറേബ്യ ഉപദ്വീപിന് ഉള്ളത്. സൗദി അറേബ്യ മാത്രം ഇന്ത്യയുടെ ഒരു 80% വലിപ്പം, ഇന്ത്യയുടെ ഒരു 80% വലിപ്പം സൗദി അറേബ്യ മാത്രം വരുന്നുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളും യമനും കൂടെ കൂടുമ്പോഴാണ് ഈ ഇന്ത്യയുടെ അത്രം വലിപ്പം വരുന്നത്. ഈ അറേബ്യ ഉപദ്വീപിന്റെ ദക്ഷിണ ഭാഗം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ യമൻ, ഒമാൻ, അതോടൊപ്പം യമനോടും ഒമാനോടും ചേർന്ന് കിടക്കുന്ന സൗദി അറേബ്യയുടെ ദക്ഷിണ ഭാഗം, ഈ പ്രദേശം മൊത്തം ഉൾക്കൊള്ളുന്ന സ്ഥലത്തിനാണ് അഹ്ഖാഫ് എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ
അറബിയിൽ റുബുൽ ഖാലി അഥവാ ഇംഗ്ലീഷിൽ MT ക്വാർട്ടർ എന്നെഴുതിയതായിട്ട് കാണാം. എന്ന് വെച്ചാൽ അറേബ്യ ഉപദ്വീപിന്റെ ശൂന്യമായ കാൽഭാഗം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സൗദി അറേബ്യയുടെ തെക്ക് ഭാഗത്ത് യമനോടും ഒമാനോടും ചേർന്ന് കിടക്കുന്ന പ്രദേശം ഇപ്പോൾ ജനശൂന്യമാണ്, അഥവാ അത് ജനവാസ യോഗ്യമല്ല. അതിരൂക്ഷമായ തീക്ഷ്ണമായ കാലാവസ്ഥയാണ് അവിടെ അനുഭവപ്പെടുന്നത് എന്ന് മാത്രമല്ല, വലിയ വലിയ മണൽ കൂനകളാണ് ഉണ്ടാവുക. ഈ മണൽ കൂന ഒന്നായിട്ട് കാറ്റടിച്ചു കഴിഞ്ഞാൽ ചില മണൽ കൂനകൾ നിശേഷം ഇല്ലാതാവുകയും വേറെ ചിലത് പുതുതായിട്ട് രൂപീകൃതമാവുകയും ചെയ്യും. ഇങ്ങനെ രൂക്ഷമായ തീക്ഷ്ണമായ കാലാവസ്ഥ കാരണം അവിടെ ജനവാസയോഗ്യമല്ല, അവിടെ ജനങ്ങൾ താമസിക്കുന്നില്ല. അറേബ്യ ഉപദ്വീപിന്റെ കാൽഭാഗവും അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ പ്രദേശത്തെക്കുറിച്ച് മുഹമ്മദ് അസദ് മക്കയിലേക്കുള്ള പാത എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ മൊറോക്കോ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെയുള്ള പ്രദേശങ്ങൾ സഞ്ചരിക്കുകയാണ്. ഒട്ടകപ്പുറത്തൊക്കെയാണ് യാത്ര. ആ യാത്രയിൽ ഈ പ്രദേശത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നതായി കാണാം. നമുക്ക് ആയത്തുകളിലേക്ക് പ്രവേശിക്കാം. വദ്കുർ അഖാ ആദിൻ ഇദ് അൻദറ ഖൗമഹു ബിൽ അഹ്ഖാഫ്. ആദ് സമൂഹത്തിന്റെ സഹോദരൻ ഹൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് താങ്കൾ അവർക്ക് അനുസ്മരിപ്പിച്ചു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. ഇത് അൻദറ ഖൗമഹു ബിൽ അഹ്ഖാഫ്. അഹ്ഖാഫിൽ ഹൂദ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയ സന്ദർഭം. ഈ ഹൂദ് നബി അലൈഹിസ്സലാം അറബികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിലെ ആദ്യത്തെയാളാണ്. എന്ന് വെച്ചാൽ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട 25 പ്രവാചകന്മാരിൽ 5 പേർ മാത്രമാണ് അറബികളായിട്ട് ഉണ്ടായിരുന്നത്. ആ 5 പ്രവാചകന്മാരിൽ ഒന്നാമത്തേത് ഹൂദ് നബി അലൈഹിസ്സലാം ആകുന്നു. ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും മുൻപാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജീവിക്കുന്നത് 4 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപാണ്. അതിനും മുൻപാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം. വഖദ് ഖലത്തിൻ നുദുറു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി. ഈ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മുൻപും ശേഷവും ആ അറേബ്യയിൽ മറ്റ് മുന്നറിയിപ്പുകാർ പ്രവാചകന്മാർ കടന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഹൂദ് നബി അലൈഹി ഇസ്ലാം ആദ്യത്തെ പ്രവാചകനല്ല, അതിന്റെ മുൻപും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, ശേഷവും വന്നിട്ടുണ്ട്. ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷം വന്ന പ്രവാചകനായിരുന്നു സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം. പക്ഷെ സ്വാലിഹ് നബി കൃത്യമായി ആ നാട്ടിലേക്കല്ല, വീണ്ടും ദക്ഷിണ ഭാഗത്ത് മക്കയുടെയും മദീനയുടെയും ഒക്കെ ഒന്നും കൂടെ ദക്ഷിണല്ല, നോർത്ത് ഉത്തര ഭാഗത്ത് ആണ് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ട ഹിജർ പ്രദേശം. നമ്മളന്ന് ഉംറയ്ക്ക് പോയപ്പോൾ അവിടെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല, പരിസരത്ത് പോയിട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ഹൂദ് നബിക്ക് ശേഷം അറബികളിൽ നിയുക്തനായ പ്രവാചകനാണ് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം. ഈ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ടിട്ട് തന്നെ ഏതാണ്ട് 4 സഹസ്രാബ്ദങ്ങൾ ആയിട്ടുണ്ട്. എന്താണ് ഈ ഹൂദ് നബിയുടെ മുൻപും ശേഷവും ഒക്കെ വന്ന പ്രവാചകന്മാർ പറഞ്ഞത്? അല്ലാ തഅ്ബുദു ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശം അതാകും. വേറെ ആയത്തിൽ കാണാൻ സാധിക്കും, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഖറിയത്തിൻ നദീറൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ നാടുകളിലേക്കും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ എല്ലാം സന്ദേശം? അൻ യഅ്ബുദുല്ലാഹ, അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുക, വജ്തനിബുത് ത്വാഗൂത്ത്, അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിങ്ങൾ ആർക്കൊക്കെ ഇപ്പൊ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുവോ, ആർക്കൊക്കെ ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ, ആരുടെ എല്ലാം നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അതെല്ലാം കൈയൊഴിക്കുക. അല്ലാഹു തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, അല്ലാഹു തആലക്ക് കീഴ്വണങ്ങുക,
അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. ഈ സന്ദേശവുമായാണ് സർവ പ്രവാചകന്മാരും വന്നത്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. ഈ സന്ദേശം തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന മാർഗത്തിൽ നിങ്ങൾ നിലകൊള്ളുകയാണെങ്കിൽ ഒരു ഘോരമായ ശിക്ഷ നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്ന ഒരു ദിനത്തെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു. എല്ലാ പ്രവാചകന്മാർക്കും പറയാനുണ്ടായിരുന്നത് അതാണ്. എന്താണ് അവരുടെ പ്രതികരണം? ഞങ്ങൾ പൂർവികരായി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇലാഹുകളെ, ഈ ദൈവങ്ങളെയൊക്കെ കൈയൊഴിക്കാൻ വേണ്ടിയാണോ നീ ഞങ്ങളോട് കൽപ്പിക്കുന്നത്? അതിനു വേണ്ടിയാണോ നീ വന്നിട്ടുള്ളത്? അങ്ങനെ ഞങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നീ താക്കീത് ചെയ്യുന്ന ഈ ശിക്ഷ ഉണ്ടല്ലോ, അതുകൊണ്ട് കൊണ്ടുപോവാ, ഞങ്ങളൊന്ന് കാണട്ടെ. നീ പറയുന്നത് സത്യമാണോ അല്ലേ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. എക്കാലത്തുള്ള ജനങ്ങളുടെ ട്രെൻഡ് ഇതാണ്. ഈ കാലഘട്ടത്തിലും നാം ദഅവത്ത് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞാൽ അവർക്കൊക്കെ പറയേണ്ടത് തന്നെ. അപ്പോൾ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണം എന്താണ്? എല്ലാ പ്രവാചകന്മാരുടെയും പ്രതികരണം എന്തായിരുന്നു? ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. ആ ഖിയാമത്ത് നാൾ എപ്പോഴാണ് വരിക എന്നത് അത് അല്ലാഹു തആലക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഈ ലോകത്തിന് അവസാനമുണ്ട്. അതിനുശേഷം മനുഷ്യരെ അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിക്കുകയും രക്ഷാശിക്ഷകൾ നൽകുകയും ചെയ്യും. അത് സത്യമാണ്. പക്ഷെ അതിന്റെ സമയം അല്ലാഹു തആലക്കേ അറിയുള്ളൂ. എന്നെ അല്ലാഹു തആല ഏൽപ്പിച്ച ഈ ദൗത്യം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നോട് അതങ്ങ് കൊണ്ടുപോവാ, അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വലാകിന്നി അറാക്കും ഖൗമൻ തജ്ഹലൂൻ. പക്ഷെ നിങ്ങൾ അവിവേകികളായ ഒരു ജനതയാണ് എന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് സ്വന്തം ഭാവി അവതാളത്തിലാക്കുന്ന, സ്വയം ശിക്ഷക്ക് പാത്രമാക്കുന്ന ഒരു സമീപനം നിങ്ങൾ സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ താക്കീത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മാത്രമായിരുന്നില്ല, അവിടുത്തെ ശിക്ഷയെക്കുറിച്ച് മാത്രമായിരുന്നില്ല. പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിലയുറപ്പിക്കുന്ന ജനതകളെ അല്ലാഹു തആല ഈ ഭൂമുഖത്ത് വെച്ചേക്കുകയില്ല. ആ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞാൽ ആ ജനതയെ അല്ലാഹു തആല നശിപ്പിക്കും. ആ മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ ഹൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞത്. ഒരു വലിയ ശിക്ഷയെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു. ഈ ലോകത്ത് അവരെ നശിപ്പിക്കപ്പെടുന്ന ശിക്ഷ, ആ ശിക്ഷയോടുകൂടി അവർ പരലോകത്ത് പ്രവേശിക്കുമ്പോൾ പാരത്രിക ശിക്ഷ അവർ അനുഭവിക്കാൻ തുടങ്ങുകയായി. പല സന്ദർഭങ്ങളിലും നാം ആ കാര്യം വിവരിച്ചതാണ്. മരണത്തോടുകൂടി മനുഷ്യന്റെ ജീവിതം അവസാനിക്കുകയല്ല, അവന്റെ പാരത്രിക ജീവിതം ആരംഭിക്കുകയാണ്. അവിടം മുതൽ അവൻ ശിക്ഷ അനുഭവിച്ചു തുടങ്ങും. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത് ഖിയാമത്ത് നാളിൽ ഹയാത്താക്കപ്പെടുന്നതിന് മുൻപുള്ള ഈ ബർസഖിയായ ഈ ലോകത്ത് നിന്ന് പോയി പാരത്രിക ലോകത്ത് രണ്ടാമത് ഹയാത്താക്കിയിട്ടില്ല. ഈ കാലയളവിലുള്ള ജീവിതത്തിന്റെ ഖുർആൻ ബർസഖിയായ ജീവിതം എന്നാണ് പറഞ്ഞത്. ബർസഖ് അഥവാ നമ്മൾ ഖബറിലെ ജീവിതം എന്ന് പറയുന്ന. എന്നാൽ ആ ജീവിതത്തിലും രക്ഷാശിക്ഷയുമുണ്ട്, രക്ഷാശിക്ഷകളുണ്ട്. പക്ഷെ അതൊരു റൂഹിയായ, ആത്മീയമായ അനുഭവമായിരിക്കും എന്ന് മാത്രം. ശരീരം ഇല്ല, ശരീരം മണ്ണായി പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ മരണാനന്തരം രണ്ടാമത് ഹയാത്താക്കിയ ശേഷം മഹ്ശറ വൻസഭയിൽ വിചാരണയ്ക്ക് ശേഷം പിന്നീട് അവന്റെ ശരീരവും ആത്മാവും ഒരുമിച്ച് നാം എപ്രകാരം ജീവിച്ചിരിക്കുന്നുവോ ഈ രൂപത്തിലായിരിക്കും പിന്നീടുള്ള നരകശിക്ഷ, പിന്നീടുള്ള സ്വർഗീയ ജീവിതം എന്ന വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ ഈ സന്ദേശങ്ങൾ തള്ളിക്കളഞ്ഞു. ഇത് ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ ഒരു ആയത്തില് പ്രവാചകന്മാർ വന്ന കാര്യം പറയും, അവരുടെ പ്രബോധനത്തെക്കുറിച്ച് പറയും. പിറ്റത്തെ ആയത്തിൽ അവരെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് പറയും. ഇത് കേൾക്കുമ്പോൾ, ഇത് കാണുമ്പോൾ അവർ തലേന്ന് വന്നു, പിറ്റേ ദിവസം ശിക്ഷ വന്നു എന്ന് ഒരിക്കലും മനസ്സിലാക്കേണ്ടതില്ല. 950 കൊല്ലക്കാലം ദീനീ പ്രബോധന പ്രവർത്തനം നടത്തിയ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ
ഇതുപോലെ തന്നെയാണ് ഖുർആൻ വിവരിച്ചിട്ടുള്ളത്. അപ്പൊ 950 കൊല്ലക്കാലത്ത് സുദീർഘമായ പ്രബോധന ജീവിതത്തിന് ശേഷമാണ് പ്രളയം. പക്ഷെ ഖുർആൻ അതിങ്ങനെ വായിക്കുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം ഒരു ദിവസം വന്നു, മുന്നറിയിപ്പ് നൽകി, പിറ്റേന്ന് പ്രളയം ഉണ്ടായി എന്നാ നമുക്ക് തോന്നുക. അങ്ങനെയല്ല. ഇത് മനുഷ്യ വിരചിതമായ ഗ്രന്ഥമല്ല. സാധാരണ നമ്മളിങ്ങനെ വായിക്കുന്ന ഗ്രന്ഥങ്ങളുടെ പരിചയം വെച്ചുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ശരിയാകുകയില്ല. എത്രയോ സംവത്സരങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇവർ തള്ളിക്കളഞ്ഞു. അവർ അവരുടെ നിഷേധത്തിലും അവിശ്വാസത്തിലും ഉറച്ചു നിന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫലമ്മാ റഅൗഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം, അവർ അവരുടെ പ്രദേശത്തിന്റെ താഴ്വരയിൽ ഒരു വലിയ ഒരു കാറ്റിന്റെ ഒരു രൂപം പ്രത്യക്ഷമായി. കാറ്റ് എന്ന് പറയുമ്പോ നിങ്ങൾ കുവൈത്തിലൊക്കെ ജീവിക്കുന്നവർക്കറിയാം, വലിയ പൊടിക്കാറ്റ് വരുമ്പോ ആദ്യം പൊടി നമ്മൾ കാണൂല, ഒന്നായിട്ട് ഒരു മേഘക്കൂട്ടം മാതിരിയുള്ള ഒരു കാഴ്ചയാണ് കാണുക പകലൊക്കെ. ഞാനൊക്കെ എത്രയോ കണ്ടതാ. ഒരിക്കൽ ഇത് കണ്ടപ്പോ ഡോക്ടർ റൌഫ് വിളിച്ചു, എന്താണ് ഈ കാണുന്നത് കുവൈത്തിൽ നിന്ന്? അപ്പോ വലിയ ഒരു മേഘം, ഒരു മഴ വർഷിക്കാൻ വേണ്ടി വരുന്ന ഒരു മേഘത്തിന്റെ ഒരു ആകൃതിയും പ്രകൃതിയും കളറൊക്കെയാണ് കാണുക. ഇതാണ് ഒരു ദിവസം അവർ കാണുന്നത്. അത് അവരുടെ താഴ്വരയിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖാലു, അവർ പറഞ്ഞു, നമുക്ക് നല്ല മഴ വർഷിക്കാനുള്ള മേഘക്കൂട്ടങ്ങൾ ഇതാ സമാഗതമാകുന്നു. അങ്ങനെയാണ് അവരതിനെ കണ്ടത്. ഈ നിഷേധികളായ ആളുകള് ശിക്ഷ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇത് ഈ പ്രവാചകന്മാർ താക്കീത് ചെയ്ത ശിക്ഷയാണ് എന്ന് അവർക്ക് തോന്നുകയില്ല. ആ സന്ദർഭത്തിൽ അവരത് അംഗീകരിക്കുകയില്ല. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ പ്രളയമൊക്കെ തുടങ്ങി, പ്രളയത്തിൽ ആളിങ്ങനെ നീന്തുകയാണ് വെള്ളത്തിൽ. അപ്പോഴാണ് നൂഹ് നബി അലൈഹി സ്വലാം സത്യവിശ്വാസികളെ കയറ്റിയ കപ്പലിലേക്ക്, യാ ബുനയ്യർക്കമ്മാന, എന്റെ കുഞ്ഞുമകനെ ഈ കപ്പൽ ഇങ്ങോട്ട് കയറിക്കോ എന്ന് പറഞ്ഞപ്പോ ആ മകൻ പറഞ്ഞ വർത്തമാനം എന്താ? ആ സന്ദർഭത്തിൽ പോലും ആ കുഫ്റിന്റെ ഖാതലായ ആ മനുഷ്യൻ പറഞ്ഞത്, ഒരു പർവ്വതത്തിന്റെ ശിഖരം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. പ്രളയം വരുമ്പോ പർവ്വതത്തിന്റെ മേലെ ഭാഗം ഉയർന്നു കാണുമല്ലോ, ബാക്കിയുള്ളവർക്കൊക്കെ വെള്ളം ഉണ്ടാവുക. അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ട്, കണ്ടില്ലേ, ഞാൻ നീന്തിയിട്ട് ആ പർവ്വതത്തിൽ കയറി രക്ഷപ്പെടും, നിങ്ങൾ വിട്ടോളൂ വണ്ടി എന്നാണ് അപ്പ പറഞ്ഞത്. ഇപ്പോൾ ഈയിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1-2 നല്ല ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു ഈ ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി രാജ്യത്തിന്. പക്ഷേ അതിനുശേഷവും അതിനേക്കാൾ വലിയ തെമ്മാടിത്തമാണ് അവിടുത്തെ ഭരണാധികാരിയുടെ നാക്കിൽ നിന്ന് വന്നത്. ഒരു നാട്ടിലുള്ള ആളുകളെ മുഴുവൻ അവിടുന്ന് പുറത്താക്കും, അവർ വേറെ രാജ്യത്ത് പോകട്ടെ, എന്നിട്ട് ആ പ്രദേശം നമ്മളിവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പോവാണ്. തെമ്മാടികളായ ആളുകളുടെയും ജനങ്ങളുടെയും ട്രെൻഡ് എക്കാലത്തും ഇതാണ്. ശിക്ഷ നേരിൽ കാണുമ്പോൾ പോലും വീണ്ടും വിചാരം നടത്താനുള്ള ഷോക്ക് ട്രീറ്റ്മെന്റുകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അത് അള്ളാഹുവിന്റെ ഷോക്കാണ്, വീണ്ടും വിചാരം നടത്താനാണ്, തങ്ങളുടെ തെമ്മാടിത്തത്തിന്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാറില്ല. ഈ ജനതയും അതെന്നെ പറയുന്നത്. നൂഹ് നബി നൽകിയ മറുപടിയൊക്കെ നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞതാ. എന്റെ കുഞ്ഞുമകനെ, ഇന്ന് അല്ലാഹു തആലാന്റെ ഈ കപ്പലിൽ കയറി രക്ഷപ്പെടുന്നവർക്കല്ലാതെ രക്ഷയില്ല എന്നൊക്കെ നൂഹ് നബി പറഞ്ഞു നോക്കി. മകനാണല്ലോ, മക്കളോടുള്ള ആ വൈകാരിക ബന്ധം ഈ പ്രവാചകന്മാർക്ക് ഉണ്ടാകും എന്നല്ല, പ്രവാചകന്മാർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഉണ്ടാവും. അത് ഫിത്രത്താണ്, അള്ളാഹുവിന്റെ ശുദ്ധ പ്രകൃതി. ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ തിരമാല നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലിൽ നിന്നും മകനുമിടയിൽ മറയിട്ടു. അവിടെ മുങ്ങി ചാവുകയാണ്. എന്നിട്ട് പോലും ഇത് ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കാൻ ആ നിമിഷം പോലും വീണ്ടും വിചാരം നടത്താൻ തയ്യാറായില്ല. ഇതാണ് ദുർവൃത്തരായ
തെമ്മാടികളായ കുറ്റവാളികളായ ആളുകളുടെയും ജനതകളുടെയും അവസ്ഥ. ഇവര് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് നല്ല മഴ വർഷിക്കാനുള്ള മേഘമാണ്. അല്ലാഹു തആല പറയുന്നു, എന്നാൽ കാര്യം അങ്ങനെയല്ല. അവര് ഈ ഹൂദ് നബി അലൈഹി ഇസ്ലാമിനോട് ധൃതിപ്പെട്ടുകൊണ്ടിരുന്നില്ലേ, നീ താക്കീത് ചെയ്ത ശിക്ഷ കൊണ്ടുപോവാ, അതാകുന്നു ഈ വരുന്നത്. അതൊരു കൊടുങ്കാറ്റാകുന്നു. വേദനാജനകമായ ശിക്ഷയാണ് അതിലുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ മഴയല്ല. അതിന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം സർവത്തിനെയും നശിപ്പിച്ച് ആകെ പൊളിച്ചെടുക്കുന്ന ഒരു ഘോരമായ കൊടുങ്കാറ്റാകുന്നു ഇത്. സൂറത്തുൽ ഹാഖയിൽ പറഞ്ഞു, സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാം. 7 രാത്രിയും 8 പകലും നീണ്ടു നിൽക്കുന്ന ഘോരമായ ഒരു കൊടുങ്കാറ്റ്. അതിനുശേഷമോ സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹാ സറഅ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. ആ കൊടുങ്കാറ്റ് കെട്ടടങ്ങിയപ്പോൾ അജാനബാഹുക്കളായ മൻ അശദ്ദു മിന്നാ ഖുവ, ഞങ്ങളെക്കാൾ ശക്തരാരുണ്ട് എന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ചോദിച്ച ആ ജനത ഇപ്പോൾ ഈ ട്രംപിന്റെയും അയാളുടെ തെമ്മാടി രാഷ്ട്രത്തിന്റെയും ഭരണാധികാരികൾ ചോദിക്കുന്ന അതേ ചോദ്യം, ഞങ്ങൾ സൂപ്പർ പവറാണ്, ഞങ്ങൾ തോന്നിയതുപോലെ ലോകത്ത് ഞങ്ങൾ നടത്തും, ഞങ്ങൾ നിയമം നടപ്പാക്കും, ഞങ്ങളുടെ തിട്ടോരം നിങ്ങൾ കേട്ടുകൊള്ളണം. ഇതേ വർത്താനം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അവർക്ക് കഞ്ഞി വെച്ച തെമ്മാടികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഉണ്ടായത്? പറയുന്നു, വെട്ടിയിട്ട വലിയ ഭീമാകാരങ്ങളായ ഈ തപ്പനുകൾ പോലെ ചത്തുമലച്ച് കിടക്കുകയായിരുന്നു അവർ. ഇവിടെ പറയുന്നു, ഈ 8 ദിവസത്തെ കൊടുങ്കാറ്റിന് ശേഷം അവരുടെ പാർപ്പിടങ്ങൾ മാത്രം അവിടെ ഉണ്ടായിരുന്നു. കാരണം അവരുടെ പാർപ്പിടം നമ്മെ പോലെ ഇഷ്ടികയും കല്ലുകൊണ്ടും ഒന്നും പടുത്തുയർത്തിയതല്ല. അവര് പർവ്വത ശിഖരങ്ങളിൽ മലകൾ തുരന്നുകൊണ്ടാണ് വീടുകൾ ഉണ്ടാക്കിയിരുന്നത്, കാറ്റൊന്നും ഏശാത്തത്. പക്ഷേ അങ്ങനെയുള്ള വീടുകളാണെങ്കിൽ പോലും അവർക്ക് അഭയം നൽകാൻ പര്യാപ്തമല്ല. ശ്മശാന സമാനമായി കുറെ പ്രേതാലയങ്ങൾ പോലെയുള്ള ഭവനങ്ങൾ മാത്രം ബാക്കിയുള്ള അവസ്ഥ അവിടെ ഉണ്ടായി തീർന്നു. അപ്രകാരമാകുന്നു ക്രിമിനലുകളായ, മുജ്രിം എന്നാൽ ക്രിമിനൽ കുറ്റവാളികൾ. അപ്രകാരമാണ് ക്രിമിനലുകളായ ജനതക്ക് നാം പ്രതിഫലം നൽകുക. ഈ പ്രതിഫലം നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യുൽ ലാ യമൂത്ത്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ലാത്തവനാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, താങ്കളുടെ റബ്ബ് പതിയിരിക്കുകയാവുന്നു. സിംഹങ്ങളും നരിയും വന്യമൃഗങ്ങളുമെല്ലാം ഇരകളെ പിടിക്കാൻ ഇങ്ങനെ പതുങ്ങി പാതിയിരിക്കും. നമുക്ക് വൈൽഡ് എന്ന് പറയുന്ന ആ വീഡിയോയിലൊക്കെ കാണാറുണ്ട്. പതുങ്ങി ഇങ്ങനെ ഇരിക്കും. 100 കണക്കിന് മാൻകൂട്ടങ്ങളും അതുപോലെയുള്ള മൃഗങ്ങളും ഓടിച്ചാടി തുള്ളിച്ചാടി ഇങ്ങനെ ഓടുകയായിരിക്കും. അവർക്കറിയില്ല കഥ. ആ പരിസരത്തു കൂടെ, ഈ പതുങ്ങിയിരിക്കുന്നതിന്റെ പരിസരത്തു കൂടെ കടന്നു പോകുമ്പോൾ ഒരൊറ്റ ചാട്ടമാണ്. സിംഹവും നരിയും ഒക്കെ ഒരൊറ്റപ്പിടുത്താണ്. ഇതേ പ്രയോഗമാണ് വിശുദ്ധ ഖുർആനിൽ ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന് തെമ്മാടിക്കൂട്ടങ്ങളുടെ കഥ പറയുന്ന സൂറത്തുൽ ഫജ്റിൽ ഫിറഔനെ കുറിച്ച്, സമൂദിനെ കുറിച്ച്, ഈയാദിനെ കുറിച്ചൊക്കെ പറഞ്ഞ ശേഷം ഇന്ന റബ്ബക ലബിൽ മിർസാദ്, താങ്കളുടെ റബ്ബ് പതിയിരിക്കുകയാകുന്നു. ഇവരുടെ സൂപ്പർ പവറുകളും ഇവരുടെ വീറ്റോ പവറുകളും ഒന്നും
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കടും പിടുത്തത്തിന് മുൻപിൽ ഫലം ചെയ്യുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തെമ്മാടികളെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പിടികൂടി കൈകാര്യം ചെയ്യുന്നത് ഈ കണ്ണുകൾ കൊണ്ട് കാണാനും അത് മുഖേന നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം പകരാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലഖദ് മക്കന്നാഹും ഫീമാ ഇമ്മക്കന്നാകും ഫീഹി. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്വഹാബത്തിനോടും അവിടുത്തെ മുശ്രിക്കുകൾ അനുവർത്തിച്ചു കൊണ്ടിരുന്ന അവരുടെ സമീപനം മാറ്റണം, മാറ്റാതിരുന്നാൽ ഇതാണ് സംഭവിക്കുക എന്ന് താക്കീത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അല്ലാഹു തആല പറയാണ്, വലഖദ് മക്കന്നാഹും, കഴിഞ്ഞുപോയ സമൂഹങ്ങൾ അവർക്ക് നാം ഭൂമിയിൽ വമ്പിച്ചാധിപത്യവും സൗകര്യവും സൈനിക ശക്തിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇമ്മക്കന്നാഹും ഫീ, ഇപ്പോൾ നബിയുടെ മുമ്പിലുള്ള ഈ അറേബ്യൻ ഗോത്രങ്ങളും ഈ ഖുറൈശികളും ഒന്നും അവരുടെ മുമ്പിൽ ഒന്നുമല്ല. അവർക്കുള്ള ആ ശക്തിയും അവർക്കുള്ള ആ സംഖ്യാബലവും എല്ലാവിധ ഭൗതികമായ ശക്തികളും അവർക്ക് നൽകിയത് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. നിങ്ങൾ അവരുടെ മുമ്പിൽ ഒന്നുമല്ല. അവർക്ക് നാം കണ്ണും കാതും ബുദ്ധിശേഷിയും ഒക്കെ നൽകിയിരുന്നു. പക്ഷേ പക്ഷെ അതൊന്നും അവർക്ക് ഉപകരിച്ചില്ല. എന്തിനു വേണ്ടിയാണോ ഇതൊക്കെ വിനിയോഗിക്കേണ്ടിയിരുന്നത്, ഇത് മുഖേന എവിടെയാണോ അവർ എത്തിച്ചേരേണ്ടിയിരുന്നത്, ഏതൊരു ജീവിത പാതയാണോ അവർ കണ്ടെത്തേണ്ടിയിരുന്നത്, അതവർ കണ്ടെത്തിയില്ല. നേർമാർഗം പ്രാപിക്കാൻ അതൊന്നും അവർക്ക് പ്രയോജനം ചെയ്തില്ല. ഇത് കാനൂ യജ്ഹദൂന ബിആയാതില്ലാഹി വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്ദേശങ്ങളെയും അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളെയും എല്ലാം തള്ളിക്കളയാനും പരിഹസിക്കാനുമാണ് അവർ അല്ലാഹു തആല നൽകിയ ഈ യോഗ്യതകൾ അത്രയും ദുരുപയോഗം ചെയ്തത്. മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ വഹാഖ ബിഹിം, അവസാനം എന്തൊരു കാര്യത്തെക്കുറിച്ചാണോ അവർ പരിഹസിച്ചു കൊണ്ടിരുന്നത്, ആ പരിഹാസപാത്രമാക്കിയിരുന്ന ആ ശിക്ഷ തന്നെ അവരെ ആപ്പിലാക്കി. വലഖദ് അഹ്ലക്നാ മാ ഹൗലകും മിനൽ ഖുറാ, ഈ ഒരു സമൂഹത്തിന്റെ മാത്രം കാര്യമല്ല, ഇതിന് ചുറ്റുമുള്ള നാടുകളും നാം നശിപ്പിച്ചിട്ടുണ്ടായി. ഈ പറഞ്ഞ അഹ്ഖാഫ്, അതിന്റെ നന്ന ദക്ഷിണ ഭാഗത്താണ് യമനിലെ സബ വംശം ജീവിച്ചിരുന്നത്. അവിടുന്ന് ഉത്തരഭാഗത്ത് വടക്കോട്ട് പോയാൽ മക്കയുടെയും മദീനയുടെയും ഒക്കെ വടക്ക് ഭാഗത്താണ് ഈ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂത് സമൂഹം താമസിച്ചിരുന്നത്. വീണ്ടും ഒന്നുകൂടെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ സിറിയയുടെയും ജോർദാനിന്റെയും ഒക്കെ അതിർത്തി പ്രദേശങ്ങളിലാണ് ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ മദിയൻ സമൂഹം വസിച്ചിരുന്നത്. അവിടെ ഒന്നുകൂടെ വലതുഭാഗത്തേക്ക് പോയാൽ ഇറാഖിലാണ് സാക്ഷാൽ നൂഹ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഒക്കെ ജീവിച്ചിരുന്നത്. ഒന്നുകൂടെ ഇറാഖിൽ നിന്ന് തെക്കോട്ട് പോയാൽ പിന്നെ ഫലസ്തീൻ, ജോർദാൻ പ്രദേശങ്ങൾ, അവിടെയാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത താമസിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും അനേകം സമൂഹങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് നാടുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ഈ ഖുറൈശി സമൂഹത്തോട്, അറേബ്യയിലെ ആ മുശ്രിക്കുകളോടാണ് അല്ലാഹു തആല ഈ പറയുന്നത്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് നാം ഈ വേദ സൂക്തങ്ങളിലൂടെ വിവരിച്ചു തന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ വീണ്ടും വിചാരം നടത്താൻ, ആത്മപരിശോധന നടത്താൻ, അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. ഈ ലോകത്ത് നാം ജീവിക്കുന്ന കാലത്ത് അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ ഷോക്ക് ട്രീറ്റ്മെന്റുകളും ഈ ഉദ്ദേശാർത്ഥം ഉള്ളതാകും. ഖുർആനിൽ ഒരു ആയത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്.
വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലിയ ശിക്ഷ വന്നെത്തുന്നതിന് മുൻപ് ചെറിയ ചെറിയ ശിക്ഷകൾ നാം അവരെ ആസ്വദിപ്പിച്ചുകൊണ്ടിരിക്കും. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ, ചെറിയ ചെറിയ ശിക്ഷകൾ നാം അവരെ ആസ്വദിപ്പിച്ചുകൊണ്ടിരിക്കും. മിൻ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ, വലിയ ശിക്ഷക്ക് മുൻപായി. ഈ വലിയ ശിക്ഷ എന്നാൽ പാരത്രിക ലോകത്തുള്ള ശിക്ഷ മാത്രമല്ല, ഈ ലോകത്ത് തന്നെ നിശേഷം നശിപ്പിക്കുന്ന ശിക്ഷ കൂടി ഇവിടെ ഉദ്ദേശ്യമാണ്. ലഅല്ലഹും യർജിഊൻ, അവർ വീണ്ടും വിചാരം നടത്താൻ വേണ്ടി. ഇങ്ങനെ വീണ്ടും വിചാരം നടത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ നേരത്തെ നൽകിയ ഷോക്കിനേക്കാൾ വലിയ ഷോക്കാണ് പിന്നെ നൽകുക. അതിനേക്കാൾ വലിയൊരു ഷോക്കാണ് നൽകുക. അത് എത്ര വരെ തരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ അങ്ങനെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, ഇതൊന്നും ആർക്കും ഏഷുന്നില്ല എന്ന് കണ്ടാൽ ഒരു പിടുത്തം അല്ലാഹു തആല പിടിക്കും. അതൊന്ന് കണ്ണിൽ കാണാനുള്ള യോഗം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ എന്ന് നാം ദുആ ചെയ്യുന്നു. ഫലൗലാ നസ്റഹും അല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിഹ. ഈ സമൂഹങ്ങളെയൊക്കെ അല്ലാഹു തആല നശിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ സ്ഥാനത്ത് കുറെ ഇലാഹുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, കുറെ ദൈവങ്ങളെ. ഈ അവർ സ്വീകരിച്ച ഈ ദൈവങ്ങളൊക്കെ അക്കാലത്താവട്ടെ ഇപ്പോൾ നാം ജീവിക്കുന്ന കാലത്താവട്ടെ, അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങളോ ഒന്നുമല്ല ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്ന് അവർക്കറിയായിരുന്നു. ഇപ്പോൾ ഹിന്ദുക്കളും അവർ ഈ വിഗ്രഹാരാധന നടത്തുമ്പോൾ തങ്ങൾ പൂജിക്കുന്ന ഈ ഗുരുവായൂരപ്പനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഒരു കാലത്തുള്ള മുശ്രിക്കുകൾ അങ്ങനെ വിശ്വസിച്ചു. പക്ഷെ എന്താണ് ഖുർബാനൻ ആലിഹൻ, ഇവരൊക്കെ തന്നെ വലിയ മഹാന്മാരാണ്. ഏതോ കാലത്ത് ജീവിച്ച് മരിച്ചുപോയ പ്രവാചകന്മാരോ ഔലിയാക്കന്മാരോ അങ്ങനെയുള്ള മഹാന്മാരോ ഒക്കെ ആയിരിക്കും ഇവർ. നൂഹ് നബി അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെടുന്ന കാലത്ത് 5 വിഗ്രഹങ്ങളാണ് മുഖ്യ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. ഖുർആനിൽ സൂറത്ത് നൂഹിൽ പറഞ്ഞിട്ടുണ്ട്, വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസൻ വയഊഖ വനസ്റ. വദ്, സുവാഅ, യഊഖ്, നസ്ർ മുതലായ 5 വിഗ്രഹങ്ങളെയാണ് അവർ ആരാധിച്ചിരുന്നത്. ഈ 5 പേര് ആരായിരുന്നു എന്നറിയോ? ആദം നബി അലൈഹിസ്സലാമിന് ശേഷം നൂഹ് നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ മഹാന്മാരായ ആളുകളായിരുന്നു ഔലിയാക്കന്മാർ. ആദ്യം തന്നെ അവരെ പിടിച്ചിട്ട് വിഗ്രഹാക്കിയല്ല ചെയ്യുക, അവരോടുള്ള വീരാരാധനയും ബഹുമാനമൊക്കെ അതിര് കവിയും. ഇപ്പൊ മടവൂർ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ലേ ചില മുറി മൊയ്ലിയന്മാരുടെ വീഡിയോകളൊക്കെ, മുക്കാലിയിൽ കെട്ടിയിട്ട് മൂർത്താവിൽ തല്ലണം, അങ്ങനെ മൊയ്ലിയന്മാരെ സമൂഹത്തെ വലാലത്തിലേക്കാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മടവൂർ ഷെയ്ഖാണ് നോക്കുന്നത് എന്ന രൂപത്തിൽ പ്രസംഗങ്ങളും വീഡിയോകളും പ്രചരിച്ചു കൊണ്ടിരിക്കും. ഈ രൂപത്തിൽ അവരോടുള്ള വീരാരാധനയാണ് ആദ്യം വരിക. പിന്നീട് കാലത്തിന്റെ നീളത്തിൽ അവരെ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപം ഉണ്ടാക്കും. ഒരു രൂപമാണ് ആദ്യം ഉണ്ടാക്കുക, വിഗ്രഹമല്ല. പിന്നീട് തലമുറകൾക്ക് ശേഷം നൂറ്റാണ്ടുകളിലൂടെ ചിലപ്പോൾ സഹസ്രാബ്ദങ്ങളിലൂടെ പിന്നെ അതൊരു വിഗ്രഹമായിട്ട് മാറും. പിന്നീട് തങ്ങളെ സൃഷ്ടിച്ച് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു തആലയെ വിസ്മരിക്കുകയും അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഇവർക്ക് ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിത്തീരുകയാണ് ചെയ്യാം. അപ്പോ എന്താണ് ന്യായം? ഇവർ വലിയ മഹാന്മാരാണ്, അള്ളാഹുവിന്റെ സന്നിധിയിൽ അവർക്ക് ഉന്നത സ്ഥാനമുണ്ട്, അവർ മുഖറബീങ്ങളാണ്, അവർ ഞങ്ങളുടെ കാര്യം അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശ ചെയ്ത് നേടിത്തരും. ഇതാണ് വിശ്വാസം. ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിഹ, അല്ലാഹു തആലയുടെ അടുത്ത് സാമീപ്യം നേടാൻ വേണ്ടി, തങ്ങളുടെ കാര്യം നേടിത്തരാൻ വേണ്ടി ഈ കുറെ ഇലാഹുകളെ സ്വീകരിക്കുകയാണ് ഇവർ ചെയ്തത്. എന്നിട്ടോ ഈ ശിക്ഷ വരുമ്പോൾ എന്താ സംഭവം? ബൽ ദല്ലു അൻഹും, ഈ ശിർക്കിന്റെ പേരിൽ, മഹാപാപങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ ഘോരമായ ശിക്ഷ വരുമ്പോൾ ദല്ലു അൻഹും, അവരൊക്കെ തെറ്റിപ്പോയി. അവർ വിശ്വസിച്ചിരുന്ന ഈ കൂട്ടരെ ഒന്നും സംരക്ഷകരായി, ഈ ശിക്ഷ തടുക്കുന്നവരായി കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. വദാലിക ഇഫ്കുഹും, യഥാർത്ഥത്തിൽ അവരൊന്നും തന്നെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഇവരുടെ കാര്യം ശുപാർശ ചെയ്ത് നേടുന്നവരായിരുന്നില്ല. അങ്ങനെ അവർ വാഗ്ദാനം ചെയ്തിരുന്നില്ല. ഒരു കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരോ മഹാന്മാരോ അങ്ങനെ അവകാശപ്പെട്ടിട്ടുമില്ല.
ഇതൊക്കെ തന്നെ ഈ മുറിമൈര്യന്മാരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ കറ്റുകെട്ടിയുണ്ടാക്കിയ കള്ളത്തരമാണ്. ഇഫ്ക് എന്ന് പറഞ്ഞാൽ കറ്റുകെട്ടിയുണ്ടാക്കിയ, യഥാർത്ഥ നിബദ്ധമല്ലാത്ത, വസ്തുനിഷ്ഠമല്ലാത്ത കറ്റുകെട്ടിയുണ്ടാക്കിയ കള്ളക്കഥകൾ എന്നാണ് അതിനർത്ഥം. ഇതൊക്കെ ഇവരുണ്ടാക്കിയ കള്ളക്കഥകളാണ്. സോഷ്യൽ മീഡിയകളിലൂടെയും സാധ്യമായ രൂപത്തിലും അവരത് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അത് അണ്ണാക്ക് തൊടാതെ അള്ളാഹു നൽകിയ കാഴ്ചശക്തിയും കേൾവിശക്തിയും ബുദ്ധിശേഷിയും ഉപയോഗപ്പെടുത്താതെ അത് അന്ധമായി ഫോളോ ചെയ്ത് വഴികേടിലാവുകയാണ് ചെയ്തത്. ഒരിക്കലും ഈ മഹാന്മാരൊന്നും തന്നെ ഇത് അവരോട് പറയുകയോ അവര് ഉണ്ടാക്കിയതോ അല്ല. ഇത് പിന്നീട് മഹാന്മാർക്ക് ശേഷമുള്ളവർ കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതാകുന്നു. ഈസാ നബി അലൈഹിസ്സലാം, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങള് ഈസാ നബിയെയാണ് ആരാധിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല നാളെ മഹ്ശറാവൻ സഭയിൽ അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിനെ വിചാരണ ചെയ്യുന്ന സംഭവം സൂറത്ത് മാഇദയിലെ അവസാനത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അല്ലാഹു തആല ഈസാ നബിയോട് ചോദിക്കും, അല്ല, താങ്കളാണോ ഈ ജനകോടികളോട് എന്നെയും എന്റെ മാതാവിനെയും ആരാധ്യ പാത്രങ്ങളാക്കുക, ഞങ്ങളോട് ആരാധിക്കുക, ഞങ്ങളോട് പ്രാർത്ഥിക്കുക എന്ന് താങ്കളാണോ ഇവരോട് പറഞ്ഞത്? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യുത്തരം, സുബ്ഹാനക, നീ പരമപരിശുദ്ധനാകുന്നു. ഇൻ ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ എങ്ങാനും അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നിനക്കതറിയാമല്ലോ, നീ എല്ലാം അറിയുന്നവനാണല്ലോ എന്നാണ് ഈസാ നബി അലൈഹി ഇസ്ലാം പ്രത്യുത്തരം ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രവാചകന്മാരും പറഞ്ഞിട്ടില്ല, ഒരു മഹാന്മാരും അത് പറഞ്ഞിട്ടില്ല. അത് ഇവർ കറ്റുകെട്ടി ഉണ്ടാക്കിയതാകുന്നു ആ വാദഗതി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഈ ഇസ്ലാമിക സന്ദേശം കേൾക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരു പറ്റം ജിന്നുകളെ അയച്ചതിനെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. ആ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം കേട്ടു. തഫ്സീറുകളിൽ അവർ ആ പാരായണം കേട്ട സ്ഥലത്തിന്റെ പേരൊക്കെ പരാമർശിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മക്കയിൽ മസ്ജിദുൽ ജിന്ന് എന്ന പേരിൽ അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയൊരു പള്ളിയാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, 1 കിലോമീറ്റർ ഉണ്ടാകൂല. നമ്മള് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ഖബറടക്കപ്പെട്ടിട്ടുള്ള മക്കയിലെ ജന്നത്തുൽ മുഅല്ല എന്ന ഖബർസ്ഥാൻ, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബ്, അബൂ ത്വാലിബ് അവരൊക്കെ ഖബറടക്കപ്പെട്ടിരുന്ന മഖബറയാണ്. പിന്നീട് ഇസ്ലാമിന് ശേഷം മക്കയിലെ മുസ്ലിങ്ങളെ ഒക്കെ ഖബറടക്കിയിരുന്നത് അവിടെയാണ്. ഈ ഖദീജ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത 2 ആൺമക്കൾ ത്വയ്യിബ്, അതുപോലെ തന്നെ അബ്ദുള്ള അഥവാ ഖാസിം, അബ്ദുള്ള, ഈ 2 ആൺകുട്ടികളെയും അവിടെയാണ് ഖബറടക്കിയിട്ടുള്ളത്. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്യുന്നതിന് മുമ്പ് മരണപ്പെട്ടതാണ്. അതേ ഖബർസ്ഥാനിൽ തന്നെയാണ് കേരള മുസ്ലിങ്ങളുടെ അനിഷേധ്യ നേതാവായിരുന്ന ബാഫഖി തങ്ങൾ ഹജ്ജിന് പോയിട്ട് അവിടുന്ന് മരിച്ചു. അദ്ദേഹത്തെയും അവിടെയാണ് ഖബറടക്കിയിട്ടുള്ളത്. ഈ ഖദീജ ബീവിയുടെ ഖബറിൽ നിന്ന് അധികം ദൂരെയല്ലാതെയാണ് ബാഫഖി തങ്ങളുടെ ഖബർ ഉള്ളത് എന്നാണ് അവിടെ അത് വിവരിച്ചവർ പറഞ്ഞു തന്നത്. ഏതാവട്ടെ, ഈ ജന്നത്തുൽ മുഅല്ലയിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു 100 മീറ്ററോ 150 മീറ്ററോ മുൻപാണ് ഈ മസ്ജിദുൽ ജിന്ന് സ്ഥിതി ചെയ്യുന്നത്. അവിടെ വെച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജിന്നുകളുമായി സന്ധിച്ചതും അവർക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തതും. അങ്ങനെ അവർ ഈ സന്ദേശം കേട്ട് അവരുടെ ജനതയിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് അവർക്ക് ഈ ഇസ്ലാമിക സന്ദേശം പ്രബോധനം ചെയ്യണം. ഖാലു യാ ഖൗമന, അല്ലയോ ജനമേ, ഈ ജിന്നുകളുടെ കൂട്ടം അവരുടെ ജനതയിൽ ചെന്നിട്ട് അവരോട് പറയാണ്, ഇന്നാ സമിഅന കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ നബി അലൈഹിസ്സലാമിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മൂസ നബി അലൈഹിസ്സലാമും ഒക്കെ മനുഷ്യവർഗത്തിലേക്ക് മാത്രമല്ല ജിന്ന് വർഗത്തിലേക്ക് കൂടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആനും തൗറാത്തും ഒക്കെ ജിന്ന് വർഗത്തിനു കൂടി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാകുന്നു.
അതുകൊണ്ടാണ് 1.25 ലക്ഷം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ 5 ഉലുൽ അസ്മുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഈ തുടർന്നുള്ള ആയത്തിൽ അത് വരുന്നുണ്ട്. ഈ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരൊക്കെ ഈ പറഞ്ഞ ജിന്നിലേക്കും ഇൻസിലേക്കും ഒക്കെ നിയോഗിക്കപ്പെട്ടവരും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടവരും മറ്റ് പ്രവാചകന്മാരെക്കാൾ പ്രത്യേക ശ്രേഷ്ഠത ഉള്ളവരും ഒക്കെയാകും. ഈ 1.25 ലക്ഷം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ 313 പേര് മുർസലീങ്ങളാണ്. ആ മുർസലീങ്ങളിൽ പെട്ടവരാണ് ഉലുൽ അസ്മികളിൽപ്പെട്ട 5 പ്രവാചകന്മാർ. ഇവരാണ് മറ്റെല്ലാ പ്രവാചകന്മാരുടെയും നേതാക്കന്മാർ. അപ്പോൾ ഈ മൂസാ നബിക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. അത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ കൊണ്ടുവന്ന അതേ സന്ദേശത്തെ സത്യപ്പെടുത്തുന്നതാകുന്നു. ഒരു പുതിയ മതമല്ല, പുത്തൻ പ്രസ്ഥാനവുമല്ല. പണ്ടേക്കും പണ്ടേ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള പ്രസ്ഥാനമാണ്, ദീനാണ്. യഹ്ദീ ഇലൽ ഹഖ്ഖി വ ഇലാ തരീഖിൻ മുസ്തഖീം. സത്യത്തിലേക്കും ചൊവ്വായ പാതയിലേക്കും മാർഗദർശനം ചെയ്യുന്ന ഗ്രന്ഥമാകുന്നു. യാ ഖൗമന അജീബു ദാഇ അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളുടെ ജനമേ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കുന്ന ഈ പ്രവാചകന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യുക. വആമിനു ബിഹി. അള്ളാഹുവിൽ നിങ്ങൾ വിശ്വാസം കൈക്കൊള്ളുക. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും. എന്നാൽ നിങ്ങളുടെ പാപകർമ്മങ്ങളൊക്കെ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും. വയുജിർക്കും മിൻ അദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഈ ജിന്നുകൾ ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധിച്ചതും ആ ജിന്നുകൾ അവരുടെ സമൂഹത്തിൽ പ്രബോധനം ചെയ്തതുമായ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് സംബന്ധമായ വിശദാംശങ്ങൾ സൂറത്തുൽ ജിന്ന് എന്ന പേരിൽ തന്നെ ഖുർആനിൽ തബാറക ജുസിലുള്ള ആ സൂറത്തിൽ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. ആരെങ്കിലും അള്ളാഹുവിന്റെ, ഇത് ജിന്നുകളുടെ പ്രസ്താവനയല്ല, ഇത് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പ്രബോധിതരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. ആരെങ്കിലും അല്ലാഹു തആല നിയോഗിക്കുന്ന പ്രവാചകന്മാരെയും അവരുടെ സന്ദേശത്തെയും സ്വീകരിക്കുന്നില്ലയോ, അള്ളാഹുവിന്റെ ആ വിളിക്ക് ഉത്തരം ചെയ്യുന്നില്ലയോ, ഫലൈസ ബിമുഅ്ജിസിൻ ഫിൽ അർദ്. അവർക്ക് ഈ ഭൂമിയിൽ അല്ലാഹു തആലയെ തോൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹു ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഈ സന്ദേശം സ്വീകരിക്കാതെ ഇവിടെ ജീവിക്കാമെന്ന് വെച്ചാൽ അല്ലാഹു തആലയെ തോൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. നിങ്ങളുടെ സമയമെത്തുമ്പോൾ അള്ളാഹുവിന്റെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് ഭൂമിയിൽ അല്ലാഹു തആലയെ തോൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിക്കേണ്ടതില്ല. വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയാ. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയെയും കണ്ടെത്താൻ കഴിയുകയില്ല. നിങ്ങളിപ്പോ ഈ സ്വീകരിച്ചുള്ള മനുഷ്യ ദൈവങ്ങളോ അല്ലെങ്കിൽ മൺമറഞ്ഞു പോയ മഹാന്മാരോ ശുഹദാക്കളോ ആരോ ആകട്ടെ, ഇനി അതല്ല നിങ്ങൾ ആർജിച്ചെടുത്തിട്ടുള്ള നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ സൈനിക സജ്ജീകരണങ്ങളും മറ്റും എന്തോ ആവട്ടെ, അതൊന്നും തന്നെ വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടാതെ ഒരു രക്ഷകനെയും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല, ഒന്നും ഫലം ചെയ്യുകയില്ല. ഉലൈക ഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവിന്റെ ഈ ക്ഷണം നിരസിച്ചവർ വ്യക്തമായ വഴികേടിലാകുന്നു. അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖ അസ്സമാവാതി വൽ അർദ. അവർ കാണുന്നില്ലയോ, ഈ ആകാശങ്ങളെയും ഭൂമികളെയും ഒക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു തആല വലം യഅയ ബിഖൽഖിഹിന്ന. ഇവയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചതിന്റെ പേരിൽ അല്ലാഹു തആലാക്ക് ഒരു കുഴക്കും ഒരു ക്ഷീണവും ഒന്നും ബാധിച്ചിട്ടില്ല, ബാധിക്കുകയുമില്ല. സൂറത്തുൽ ആയത്തുൽ കുർസിയിൽ അല്ലാഹു തആല കാര്യമാണ് പറയുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ ഒരു ഇലാഹില്ല. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അല്ലാഹു തആലാക്ക് ഉറക്കമോ മയക്കമോ ഒന്നും ബാധിക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അവന് ഉറക്കമോ മയക്കമോ ഒന്നും ബാധിക്കുന്നില്ല. ബൈബിളിലുണ്ട്
അത് കൈകടത്തലാണ്. അല്ലാഹു തആല 6 ദിവസം കൊണ്ട് പ്രപഞ്ച സൃഷ്ടി നിർവഹിച്ചു. 6 ദിവസം കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടി നിർവഹിച്ചത് എന്ന് ഖുർആനിലുണ്ട്. ഈ 6 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാൻ എടുക്കുന്ന 24 മണിക്കൂറാണെന്ന് ധരിക്കേണ്ടതില്ല. ഭൂമിയുടെ ദിവസമല്ല ചന്ദ്രൻ്റെത്. ചന്ദ്രൻ സ്വന്തം അച്ചുതണ്ടിൽ തിരിയാൻ വേണ്ടി വേറെ കുറെ ദിവസങ്ങളാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങൾ, ഇവക്കൊക്കെ വ്യത്യസ്തമായ ദിവസങ്ങളാണ്. എന്നാൽ ഈ പ്രപഞ്ച ഭരണത്തിന് നിദാനമായി അല്ലാഹു തആലയുടെ ഒരു സ്കെയിലുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ 6 ദിവസം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോ 6 ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് ഖുർആനിലും പറയുന്നുണ്ട്. പക്ഷെ ബൈബിളിൽ പറഞ്ഞു 6 ദിവസം കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു, റെസ്റ്റ് എടുത്തു. അല്ലാഹു തആല ക്ഷീണിച്ചു പോയി. എന്താ സംഭവം? മനുഷ്യന്റെ കൈകടത്തലാണ്. മനുഷ്യരങ്ങനെയുള്ളൂ. മനുഷ്യർ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണം ഉണ്ടാവില്ല. പിന്നെ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റൂല. അതാണ് ഇവിടെ അല്ലാഹു തആല ആയത്തുൽ കുർസിയിൽ പറഞ്ഞത്. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. വലം യഅയ ബിഖൽഖിഹിന, അവയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നു എന്നതുകൊണ്ട് അല്ലാഹു തആല കുഴങ്ങിയിട്ടില്ല. അങ്ങനെ ക്ഷീണിക്കുന്ന കൂട്ടത്തിലല്ല. അല്ലാഹു തആലക്ക് ഉറക്കവും മയക്കവും ഒന്നും ബാധിക്കൂല. എന്നിട്ടോ ഇവിടെ പറയാൻ പോകുന്ന വേറൊരു കാര്യം, അതിനാണ് ഇതൊക്കെ പറയുന്നത്. അല്ലാഹു തആലക്ക് കുഴക്കും ഇതൊന്നുമില്ല എന്നുള്ളത്. വലം യഅയ ബിഖൽഖിഹിന, ഇങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുക മുഖേന ക്ഷീണമൊന്നും ബാധിക്കാത്ത അല്ലാഹു തആലക്ക് ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, നിങ്ങളെ രണ്ടാമത് പുനഃസൃഷ്ടിക്കുക എന്ന് വെച്ചാൽ കഴിയില്ലേ? ഇതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അതായത് ആദ്യമായി ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുക എന്നതാണല്ലോ കൂടുതൽ വലിയ കാര്യം. രണ്ടാമത് പുനഃസൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. അപ്പൊ ശൂന്യതയിൽ നിന്ന് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. എങ്കിൽ പിന്നെ രണ്ടാമത് അലാ യുഹ്യിൽ മൗത, മരിച്ചു കഴിഞ്ഞ ശേഷം പുനഃസൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്ക് കഴിയില്ലേ? ഇതാണ് ചോദ്യം. ഇവിടെയാണ് അടിസ്ഥാനപരമായി എല്ലാ പ്രവാചകന്മാരുടെ സമൂഹങ്ങളും ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരും ഉടക്കി വരുന്നത്. അല്ലാഹു തആലയെ കുറിച്ച് ഇനി പിന്നെ യാതൊരു ദൈവവിശ്വാസവും ഇല്ലാതെ അങ്ങനെ ജീവിക്കുന്നവരാണെങ്കിൽ പോലും, ആരെയും ആരാധിക്കാതെ ജീവിക്കുന്നവരാണെങ്കിൽ പോലും പറഞ്ഞു മുട്ടി വരുമ്പോ ഒരു സർവേശ്വരൻ ഉണ്ട് എന്നിടത്ത് എത്താറുണ്ട്. ലോകത്തെ ഭൂരിപക്ഷ ജനതയും അങ്ങനെയാണ്, എക്കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ എവിടെയാണ് തീർത്തും നിഷേധികളായിത്തീരുന്നത്? രണ്ടാമത് മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് വിചാരണ നടത്തുകയും രക്ഷാശിക്ഷകൾ നൽകുകയും ചെയ്യുമെന്ന ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച, പരലോകത്തെക്കുറിച്ച് വിശ്വാസം, ഇതാണ് നിഷേധിച്ചുകൊണ്ടിരുന്നത് ഇക്കാലത്തും അത് തന്നെയാണ്. പക്ഷെ ആ വിശ്വാസത്തിന്റെ അഭാവത്തിൽ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കണക്ക് പറയേണ്ട ദിനം വരാനിരിക്കുന്നു എന്നത് വിശ്വസിക്കാതെ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിച്ചിട്ട് ഒരു കാര്യവുമില്ല. സീറോ ഇഫക്റ്റ് ആണ് അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. ഒരാൾ വിശ്വസിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അല്ലാഹു തആലയാണ്, ശരി. പക്ഷെ മരണത്തോടു കൂടി എന്റെ ജീവിതമൊക്കെ അവസാനിച്ചു. വേറൊരാൾ വിശ്വസിക്കുന്നു ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവൊന്നുമില്ല, ഇത് അനാദിയാണ്, ഇത് യാദൃശ്ചികമായി അങ്ങ് ഉണ്ടായതാണ്, ഇത് അങ്ങനെ എന്നൊന്നും നിലനിൽക്കും എന്നൊരാൾ വിശ്വസിക്കുന്നു. ഈ പ്രപഞ്ചം യാദൃശ്ചികയാ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്നവനും പരലോകത്തിൽ വിശ്വസിക്കാതെ ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട് എന്ന് വിശ്വസിക്കുന്നവനും തമ്മിൽ പ്രയോഗത്തിൽ, ജീവിതത്തിൽ വല്ല അന്തരം ഉണ്ടാവോ? ഒരു അന്തരം ഉണ്ടാവില്ല. സീറോ ഇഫക്റ്റ് മാത്രം ഉണ്ടാവും. സീറോ ഇഫക്റ്റ് മാത്രം. ഇതാണ് ഇപ്പൊ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള ജനതകൾ ഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണ്. പക്ഷേ ആ ഭൂരിപക്ഷത്തിൽ ബഹുഭൂരിപക്ഷവും പരലോക നിഷേധികളാണ്. അതുകൊണ്ട് ആ ദൈവവിശ്വാസം കൊണ്ട് ഒരു കാര്യവുമില്ല. പരലോകത്തെ നിഷേധിക്കുന്നവൻ കാഫിറാണ്. അള്ളാഹുവിൽ വിശ്വസിക്ക തന്നെ പരലോകത്തിൽ നിഷേധിക്കുന്നവൻ കാഫിറാണ്. ഇനി കഴിഞ്ഞില്ല, ഈ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ട്, വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നില്ല, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ല, അവനും കാഫിറാണ്.
അവന്റെ ജീവിതത്തിൽ ഈ പരലോക വിശ്വാസം കൊണ്ട് ഒരു സ്വാധീനം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം മരണാനന്തര ജീവിതത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിച്ച ശേഷം അവിടെ വിചാരണ ചെയ്യുന്നത്? ഏതൊരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു തആല രക്ഷാശിക്ഷകൾ വിധിക്കുന്നത്? ആരാണ് സ്വർഗാവകാശികൾ, ആരാണ് നരകാവകാശികൾ, എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? ഇതൊക്കെ ഈ പരിശുദ്ധ വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിലുമാണ്. അത് വിശ്വസിക്കാത്തവന്റെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ ഈമാൻ കാര്യങ്ങൾ അതിൽ മുഴുവത്തിലും വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഒരാൾ മുഅ്മിനാകുള്ളൂ. അതിൽ ഒന്ന് പോലും നിഷേധിച്ചു കഴിഞ്ഞാൽ അയാൾ മുഅ്മിനല്ല. ഏതുപോലെ 1.25 ലക്ഷം പ്രവാചകന്മാർ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. ഈ 1.25 ലക്ഷത്തിൽ 1,24,999 പ്രവാചകന്മാരിൽ വിശ്വസിച്ചു ഒരാൾ. ഒരു പ്രവാചകനിൽ മാത്രം വിശ്വസിച്ചില്ല, പക്ക കാഫിറാണ്. ഇപ്പൊ ജൂതന്മാരും ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരിലൊക്കെ വിശ്വസിക്കുന്നു. ജൂതന്മാർ മൂസാ നബി അലൈഹിസ്സലാമും അതിനു മുൻപ് വന്ന പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു. പക്ഷേ മുഅ്മിനീകളാകുമോ? ആവൂല. എല്ലാ പ്രവാചകന്മാരും, ഒരു പ്രവാചകനെ നിഷേധിച്ചാൽ എല്ലാ പ്രവാചകന്മാരെയും നിഷേധിച്ചതുപോലെയാണ്. കാരണം എല്ലാവരും കൊണ്ടുവന്ന ഒരു സന്ദേശം, എല്ലാവരും കൊണ്ടുവന്നത് ഒരേ സന്ദേശമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കൊണ്ടുവന്ന ഒരു പ്രവാചകനെ നിഷേധിക്കുന്നതോടുകൂടി എല്ലാ പ്രവാചകന്മാരെയും നിഷേധിക്കുന്നത് പോലെയാണ്. അപ്പൊ വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഈ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ മാത്രമേ ഹിദായത്ത് ലഭിക്കുള്ളൂ. അവർക്ക് മാത്രമേ സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിക്കാൻ സാധിക്കുള്ളൂ. അവർക്ക് മാത്രമേ നാളെ പാരത്രിക ലോകത്ത് വിജയം ലഭിക്കുകയുള്ളൂ. എന്നിട്ട് ബല, അല്ലാഹു തആല തന്നെ മറുപടി പറയാ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിന്റെ പേരിൽ ഒരു ക്ഷീണവും ബാധിക്കാത്ത അല്ലാഹു തആലാക്ക് നിങ്ങളെ വീണ്ടും ഹയാത്താക്കാൻ കഴിയുകയില്ലയോ എന്ന് ചോദിച്ചിട്ട് ബല, അല്ലാഹു തആല എന്നെ മറുപടി പറയും, അതെ സാധിക്കും, നിസ്സംശയം. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അസാധ്യമായി ഒന്നുമില്ല. വയൗമ യറദുൽ ലദീന കഫറു അലന്നാർ, നാളെ പാരത്രിക ലോകത്ത് ഏതൊരു പാരത്രിക ജീവിതത്തെ, ഏതൊരു നരകത്തെയാണ് അവർ നിഷേധിച്ചു കൊണ്ടിരുന്നത്, ആ നരകത്തിൽ സത്യനിഷേധികളെ ഇങ്ങനെ പ്രദർശിപ്പിക്കും. എന്നിട്ട് അവരോട് ചോദിക്കും, അലൈസ ഹാദാ ബിൽ ഹഖ്, ഇത് സത്യമല്ലയോ? ഇത് നിങ്ങൾക്ക് താക്കീത് ചെയ്യപ്പെട്ടിരുന്ന നരകമല്ലയോ? ഖാലു, അവർ പറയും, ബല, അതെ, റബ്ബിന, ഞങ്ങളുടെ റബ്ബ് തന്നെയാണ് സത്യം, ഇതാ നരകം തന്നെയാണ്. നമ്മൾ മുമ്പ് പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഒരു 3 യഖീനുകളുണ്ട്. ഒന്ന് ഇൽമുൽ യഖീൻ, ഒന്ന് ഐനുൽ യഖീൻ, ഒന്ന് ഹഖുൽ യഖീൻ. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നാണ്. ഓക്കെ, ഈ 3 യഖീനുകളിൽ ഒന്ന് ഇൽമുൽ യഖീൻ, ഒന്നാമത്തേത്. ഇത് ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള യഖീൻ. ഈ ഐഹിക ജീവിതത്തിൽ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുക അതാണ്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാകുന്നു. ഇത് അറിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് യഖീനാക്കി എടുക്കാൻ പറ്റിയ സംഗതിയാണ്. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ആറ്റം മുതൽ ഭീമാകാരങ്ങളായ ഗോളങ്ങൾ വരെ എല്ലാം സാക്ഷ്യം വഹിക്കുന്നത്, ഇതിനെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഏകനായ അള്ളാഹുവാണ്. ആ ഏകനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കും കൽപ്പനക്കും അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ അല്ലാഹു തആല മഴ വർഷിപ്പിക്കുക മുഖേനയാണ് ഇവിടെ സസ്യലതാദികൾ മുളക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഉൾപ്പെടെ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. അതിൻ്റെയൊക്കെ അർത്ഥം എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു തആലയാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ യഖീനാക്കാൻ പറ്റിയൊരു സംഗതി, അതിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. ഇതേ സംഗതി പ്രവാചകന്മാരുടെ നിയമത്തെക്കുറിച്ചും വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അല്ലാഹു തആല അവതരിപ്പിച്ച ഓരോ നിയമങ്ങൾ, അതാണ് മനുഷ്യന് ഏറ്റവും ഉപയുക്തമായത്
ഏറ്റവും ഗുണപ്രദമായത്, അതിനേക്കാൾ നല്ലൊരു നിയമം, അതിനേക്കാൾ അള്ളാഹുവിന്റെ ഹിദായത്തിനേക്കാൾ വലിയ ഹിദായത്ത് നൽകാൻ ഇവിടെ ആർക്കും സാധ്യമല്ല എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇൽമുൽ യഖീനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മൾ വിജ്ഞാനം ആർജിക്കുക മുഖേന, പരിശുദ്ധ ഖുർആൻ പഠിക്കുക മുഖേന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങൾ മനസ്സിലാക്കുക മുഖേന നമ്മൾ വിവിധ മാർഗത്തിൽ ആർജിച്ചെടുക്കേണ്ടതാണ് ഈ ഇൽമുൽ യഖീൻ. രണ്ടാമത്തെ യഖീൻ ഏതാന്ന് വെച്ചാല് ഐനുൽ യഖീൻ, കണ്ണുകൊണ്ട് കണ്ട്. അതായത് ഒരു സംഗതി വൈജ്ഞാനികമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടു, എന്നാൽ അത് കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു യഖീൻ. ഇപ്പൊ നമ്മള് മസ്ജിദുൽ ഹറാം മക്ക നമ്മൾ കണ്ടിട്ടില്ല എന്ന് കരുതുക, നമ്മൾ കേട്ടിട്ടുണ്ട്, അതിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഇൽമുൽ യഖീനാണ്. എന്നാൽ നമ്മൾ നേരെ പോയിട്ട് ആ കഅബ ഷരീഫും ഹജറുൽ അസ്വദും മസ്ജിദുൽ ഹറാമും റൗള ഷരീഫും ഒക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഐനുൽ യഖീനാണ്. അത് കണ്ടുകൊണ്ടുള്ള ഒരു ഉറപ്പ്. എന്നാൽ ഈ കണ്ടുകൊണ്ടുള്ള ഉറപ്പ് നമുക്ക് ഈ ജീവിതകാലത്ത് ഗൈബായ കാര്യങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഇപ്പൊ മലക്കുകൾ ഗൈബാണ്, ജിന്നുകൾ ഗൈബാണ്, അതുപോലെ തന്നെ മരണാനന്തരമുള്ള ഖബറിലെ ജീവിതം ഗൈബാണ്. ഇതെല്ലാം ഗൈബാണ്. ഇത് ഞാൻ കണ്ടിട്ടേ വിശ്വസിക്കുള്ളൂ എന്നൊരാൾ പറഞ്ഞാൽ അത് സാധ്യമല്ല. ഈ നിഷേധികൾക്കൊക്കെ പറ്റാതാണ്. ഞങ്ങളെ പൂർവ്വ പിതാക്കന്മാരെ കൊണ്ട് കൊണ്ടുപോകാന്നല്ലേ ചോദിച്ചത്. അപ്പൊ ഐനുൽ യഖീൻ ഒരിക്കലും ഗൈബായ കാര്യത്തിൽ ഈ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അത് എപ്പം മുതലുണ്ടാവുക? നമ്മള് ഈ ലോകത്തെ സമയം അവസാനിച്ചു, നമ്മൾ പാരത്രിക ലോകത്തിലേക്കുള്ള കവാടമായ മരണം ആസന്നമാകുന്നു. അപ്പൊ നമ്മള് ഇവിടെ ഐനുൽ യഖീന, ഈ നേരത്തെ നമ്മൾ വിശ്വസിച്ചിരുന്ന മലക്കുകളെ കുറിച്ച് നേരിൽ കാണും. നിഷേധികളായ ആളുകൾ അവർ മലക്കുകളെ ജബാനിയാക്കളെയൊക്കെ നേരിൽ കാണുക. അതുകൊണ്ടാണ് ആകെ ഹറാനിയത്തായി പേടിച്ച് വിറങ്ങലിച്ച് കണ്ണൊക്കെ തുറച്ചു പോണത്. നല്ല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവരുടെ മുഖം മരിച്ചു കഴിഞ്ഞാൽ തന്നെ സുസ്മേരവദനരായ മുഖമായിരിക്കും. കാരണം ബേജാറും ചെയ്യും. മലക്കുകളൊക്കെ നേരത്തെ വിശ്വസിച്ചിട്ടുള്ളതാണ്. ആ റൂഹിനെ പിടിക്കാൻ മലക്കുകൾ വരുന്നൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ട് ബേജാറൊന്നുമില്ല. ഇത് മാത്രമല്ല, ആ മലക്കുകൾ ഇവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. നമ്മൾ പല പ്രാവശ്യം കേട്ടതും പിടിച്ചതൊക്കെ. അവിടുന്ന് അങ്ങോട്ട് ഖബർ, അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഐനുൽ യഖീനാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു യഖീനുണ്ട്, ഹഖ്ഖുൽ യഖീൻ. നല്ല ഹക്കായ സത്യമായി അനുഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു യഖീൻ. അതാണ് മൂന്നാമത്തെ യഖീൻ. ഇവിടെ ഈ തെമ്മാടിക്കൂട്ടങ്ങൾ, കുഫറിന്റെ കാതലികൾക്ക് അല്ലാഹു തആല ചോദിക്കുകയാണ്, ഈ നരകത്തിൽ അവരെ പ്രവേശിപ്പിച്ചുകൊണ്ട്, അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട്, അലൈസ ഹാദാ ബിൽ ഹഖ്, അല്ല നിങ്ങൾക്ക് ഇൽമുൽ യഖീൻ ഉണ്ടാകാൻ വേണ്ടി വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ നാം പഠിപ്പിച്ച കാര്യം നിങ്ങൾ അതിൽ വിശ്വസിച്ചില്ല, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് നിങ്ങൾക്ക് ഐനുൽ യഖീൻ ഉണ്ടായി, ഗൈബായ പല കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടാണ് വന്നത്. പക്ഷെ അന്തിമമായി നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്ന നരകം, അവിടെ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. അലൈസ ഹാദാ ബിൽ ഹഖ്, ഇത് ഹഖല്ലയോ, ഇത് യാഥാർത്ഥ്യമല്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും. അപ്പൊ ആ നരകത്തിൽ കിടന്നിങ്ങനെ ഏരി പൊരി കൊള്ളുമ്പോൾ ഉണ്ടാകുന്നതാണ് ഹഖ്ഖുൽ യഖീൻ. അങ്ങോട്ട് മാറ്റിവെക്കുകയല്ല മനുഷ്യൻ വേണ്ടത്, ബുദ്ധിയുള്ള മനുഷ്യൻ. അങ്ങനെയുള്ളവർക്കാണ് അല്ലാഹു തആല ബുദ്ധിമാൻ എന്ന് പറഞ്ഞത്. വലിയ കണ്ടുപിടുത്തം നടത്തിയ ആള് എന്നല്ല. സ്വന്തം ഭാവി ഭാസുരമാക്കിയ, സ്വന്തം ഭാവി വിജയിപ്പിച്ച, അനശ്വരമായ സ്വർഗീയ ജീവിതം കരസ്ഥമാക്കാൻ അതിനനുയോജ്യമായ ജീവിതപാത ഈ ജീവിതത്തിൽ കണ്ടെത്തിയ, അവിടെ വിജയിക്കാൻ ആവശ്യമായ കർമ്മങ്ങളേത്, അതിനാവശ്യമായ സ്വഭാവ സംസ്കാരമേത്, അതിനാവശ്യമായ ആരാധനാ കർമ്മങ്ങളേത്, അതിനാവശ്യമായ വിശ്വാസങ്ങളേത്, ഇതെല്ലാം മനസ്സിലാക്കി കണ്ടെത്തി സ്വന്തം ഭാവി വിജയിപ്പിച്ചവനാണ് ബുദ്ധിമാൻ. അവൻ നിരക്ഷരനാണെങ്കിലും ശരി. എന്നാൽ മറ്റൊരുത്തൻ വലിയ ജീനിയസ് ആണ്. ജീവിതത്തിന്റെ പല മേഖലകളിലും
വലിയ വലിയ വ്യക്തി മുദ്ര പതിപ്പിച്ചവനാണ്. എന്തിനേറെ ജനകോടികളുടെ ജീവിതം അനായാസമാക്കിയ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവനാണ്. പക്ഷേ സ്വന്തം അനശ്വരമായ ജീവിതം നരകശിക്ഷയിൽ ഹോമിച്ചവനാണ്. അവൻ ബുദ്ധിമാനാണോ? അല്ലെന്നാണ് ഖുർആനും ഹദീസും പറഞ്ഞത്. ശരിയായ ബുദ്ധിമാൻ സ്വന്തം മാർഗം കണ്ടെത്തിയവനും സ്വന്തം ജീവിതം വിജയിപ്പിച്ചവനുമാണ്. അവൻ നിരക്ഷരനാണെങ്കിൽ പോലും. അപ്പോൾ അവിടെ വെച്ച് ഹഖുൽ യഖീൻ ഇവർക്ക് ഉണ്ടാവുകയാണ്. 3 യഖീൻ. ഇത് നമ്മൾ മനഃപ്പാടമാക്കേണ്ട യഖീനാണ്. അതിൽ ഒന്നാമത്തെ യഖീനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതുണ്ടാക്കിയാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അതുണ്ടാക്കിയാലേ പിന്നെ ഐനുൽ യഖീൻ വരുമ്പോൾ സബാനിയാക്കളെയാണ് ആദ്യം കാണുക. ആദ്യത്തെ യഖീൻ അവിടെ ഉണ്ടാകുക. കാരണം ഗൈബ് ആദ്യം സബാനിയാക്കളാണ്. അവരെ കണ്ടാൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യും. അമ്മാതിരി കോലത്തിലാണ് വരിക. ഖിലാദുൻ ഷിദാദുൻ, അങ്ങേറ്റത്തെ പരിശുദ്ധരായ കഠിനരായ, കണ്ടാൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്ന കോലത്തിലാണ് അവർ വരിക. ഈ തെമ്മാടികളെയൊക്കെ അവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യാൻ വിടുക. നാളെ നരകത്തിലും ഇവർ തന്നെയാണ് ഈ നരകാവകാശികളുടെ നരകത്തിന്റെ പാറാവുകാർ. നരകത്തിന്റെ പാറാവുകാർ 19 പേരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചു, സൂറത്തുൽ മുദ്ദസ്സിർ. അപ്പൊ അബൂജഹൽ പറഞ്ഞു, ആ 19 ആളെ ഞാൻ നോക്കിക്കോളാം. കേട്ടോളി. എനിക്ക് തോന്നുക ഇപ്പോഴത്തെ ഈ ട്രംപുമായൊക്കെ താരതമ്യപ്പെടുത്തിയാല് ഈ അബൂജഹലിനെയൊക്കെ ഈ പായൻ തോൽപ്പിച്ചു കളയും. അമ്മാതിരി പോയത്തമാണ് ആ തെമ്മാടിയായ മനുഷ്യൻ വൈറ്റ് ഹൗസിൽ ഇരുന്നുകൊണ്ട് പറയുന്നത്. തെമ്മാടി. 19 ജബാനിയാക്കളാണ് ഈ നരകത്തിന്റെ പാറാവുകാരായി ഇവരെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഞങ്ങളൊന്ന് പുറപ്പെടുവിച്ചു തരണമേ, ഞങ്ങൾ ഇനി നല്ലവരായി ജീവിക്കാം എന്നൊക്കെ പറയുമ്പോ അല്ലാഹു തആലയോട് കേടുമ്പോൾ ഒരു പ്രതികരണമില്ലാന്ന് കാണുമ്പോൾ ഈ ജബാനിയാക്കളുടെ നേതാവായ മാലിക്കിനോട് പറയും. ചോദിച്ചിട്ട് എത്രയോ സംവത്സരങ്ങൾക്ക് ശേഷമാണ് മാലിക്കിന്റെ മറുപടി. എന്താ മറുപടി? ഇവരുടെ മുറിവിൽ എരിവ് പുരട്ടുന്ന രൂപത്തിലുള്ള മറുപടിയാണ്. അതിലേക്ക് ഇപ്പൊ നമ്മൾ പ്രവേശിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകളിൽ അത് വിവരിച്ചിട്ടുണ്ട്. യാ മാലികു ലിയഖ്ദി അലൈനാ. എന്താ മാലിക്കിനോട് പറയുന്നത്? ഞങ്ങളെ കഥ കഴിച്ചു തരാനാ പറയണത്. ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങളെ കഥ ഒന്ന് കഴിച്ചാൽ ഞങ്ങളെ മരിപ്പിക്കുക, അത്ര മാത്രം മതി. ചോദിച്ചിട്ട് എത്രയോ സംവത്സരം കഴിഞ്ഞിട്ടാ മരിക്കിന്റെ മറുപടി. എന്താ മറുപടി? ഇന്നക്കും മാഖിസൂൻ. നിങ്ങളുടെ കഥ കഴിക്കുന്ന പ്രശ്നമില്ല. മരണത്തിന്റെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിച്ചിരിക്കുന്നു. മരണത്തെ അല്ലാഹു തആല ഒരാടിന്റെ ആകൃതിയിൽ കൊണ്ടുവന്നുകൊണ്ട് അറുക്കും. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ വെച്ച് സ്വർഗാവകാശികൾ കാണുന്ന രൂപത്തിൽ, നരകാവകാശികൾ കാണുന്ന രൂപത്തിൽ ഈ മരണം എന്നതിനെ ആ സംഗതി അല്ലാഹു തആല അറുക്കും. എന്നിട്ട് പറയും, അല്ലയോ സ്വർഗവാസികളെ, നിങ്ങൾക്ക് ശാശ്വത ജീവിതം, ഇനി മരണമില്ല. അപ്പോൾ സ്വർഗാവകാശികൾ അതുവരെയുള്ള സന്തോഷത്തെക്കാൾ കൂടുതൽ സന്തുഷ്ടരായി തീരും. മലക്കുകളെ വിളിച്ച് നരകവാസികളെ വിളിച്ചുകൊണ്ട് പറയും, അല്ലയോ നരകവാസികളെ, നിങ്ങൾക്ക് ശാശ്വതമായ ജീവിതം, ഇനി മരണമില്ല, മരണത്തെ അവസാനിപ്പിക്കും. എന്നിട്ടാണ് ഈ നരകത്തെ കാക്കുന്ന ഈ മലക്കിനെ വിളിച്ചുകൊണ്ട്, മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് ഇവർ ചോദിക്കുന്നത്. സംവത്സരം കഴിഞ്ഞിട്ടാണ് മറുപടി. എന്താണ്? ഇന്നക്കും മാഖിസൂൻ. നിങ്ങൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഇനി മരണമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ക്രൂരതയാണെന്ന്? നിങ്ങൾ ഈ ട്രംപുമായി താരതമ്യപ്പെടുത്തുക, ഈ നെതന്യാഹുമായി താരതമ്യപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നാളെ ജഹന്നമിൽ വെച്ച് ഇത് ചോദിക്കുമ്പോൾ ഇത് ക്രൂരതയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ നിസ്സഹായരായ മനുഷ്യരെ, കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ കൊല ചെയ്തുകൊണ്ട് അവസാനത്തിൽ നിങ്ങളെ മുഴുവൻ ആ നാട്ടിൽ നിന്ന് ഞങ്ങൾ ആട്ടി ഓടിക്കും, അത് ഞങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രമാക്കും എന്ന് പറയുമ്പോ ഈ
അത് ക്രൂരതയാണോ? മനസ്സിൽ മനസാക്ഷിയുടെ തരിമ്പുള്ളവരാളും അത് പറയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. നീതി മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 99 നാമങ്ങളിൽ കാരുണികനാണ്, കരുണാനിധിയാണ്, ദയാലുവാണ് ഒക്കെ ഉണ്ട്. അതെല്ലാരും എടുത്തു പറയാറുണ്ട്. എന്നാൽ ഈ 99 പേരുകളിൽ പെട്ടതാണ് അൽ മുൻതഖിം. അല്ലാഹു തആല പ്രതികാരം ചെയ്യുന്നവനാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൊല്ലാക്കൊല ചെയ്ത് പീഡിപ്പിച്ചവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികാരം ചെയ്യുമെന്ന് അല്ലാഹു തആലാന്റെ ഈ കിതാബിൽ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ഹാക്കിമാണ്, ന്യായാധിപനിൽ ന്യായാധിപനാണ്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹകീമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യായാധിപനിൽ ന്യായാധിപനല്ലയോ? ഇവിടെ ഒരു മനുഷ്യനെ കൊന്നയാളെ ജീവപര്യന്തത്തിന് വിധിക്കുന്നു ജഡ്ജിമാർ, അല്ലെങ്കിൽ തൂക്കാൻ വിധിക്കുന്നു. എന്നാൽ 100 കണക്കിന് ആളുകളെ കൊന്ന ഒരാൾക്ക് എന്താണ് ജഡ്ജിക്ക് വിധിക്കാൻ പറ്റുക? ഒരിക്കലും നീതിയുക്തമായ വിധി പ്രസ്താവിക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹകീമീൻ, അല്ലാഹു തആല വിധികർത്താക്കളിൽ ഏറ്റവും ഉത്തമനായ വിധികർത്താവല്ലയോ? അല്ലാഹു തആല വിധികർത്താവാണ്. അല്ലാഹു തആലയുടെ 99 നാമങ്ങളിൽ റഹ്മാനും റഹീമും റഊഫും മാത്രമല്ല ഉള്ളത്, വേറെ കുറെ ഉണ്ട്. അത് അയച്ചാൻ കുഴിച്ച ആദ്യം മുതൽ അവസാനം വരെ നമ്മളത് പഠിക്കണം. ഈ 99 നാമങ്ങൾ ആരെങ്കിലും ഗ്രഹിച്ചാൽ ദഖലൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ കോലത്തിൽ അങ്ങ് പഠിക്കുമ്പോൾ അല്ലാഹു തആലാന്റെ അസ്മാഉൽ ഹുസ്ന എങ്ങാനും നാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഒരു സൃഷ്ടികളോട് ഒരാളോടും നമ്മൾ അരുതാത്ത ഒരു വാക്കോ നോക്കോ പ്രവൃത്തിയോ ചെയ്യുകയില്ല. അപ്പോൾ അല്ലാഹു തആലാന്റെ ന്യായമായ വിധിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തന്റെ സൃഷ്ടികൾക്ക് വേണ്ടി, തന്റെ പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രതികാരമാണ്. അത് അല്ലാഹു തആല നടത്തുക തന്നെ ചെയ്യും. അവരെ മറുപടി ഇത് യാഥാർത്ഥ്യമല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഖാലൂ ബലാ റബ്ബിന, അതെ റബ്ബേ ഇത് യാഥാർത്ഥ്യമാണ്, ഇത് ഹഖുൽ യഖീനാണ്. ഖാൽ, എന്താണ് മറുപടി? ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, അതുകൊണ്ട് നിങ്ങൾ സത്യനിഷേധം, കൃതഘ്നത, തെമ്മാടിത്തം, ധിക്കാരം അനുവർത്തിച്ചതിൻ ഫലമായി ഇത് അനുഭവിച്ചു കൊള്ളുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. ആ നബിയോടുള്ള കൽപ്പന ഖിയാമത്ത് നാൾ വരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോടുള്ള കൽപ്പന കൂടിയാണ്. ഫസ്ബിർ, അതുകൊണ്ട് താങ്കൾ സഹനം അവലംബിക്കുക, ക്ഷമ അവലംബിക്കുക. കമാ സബറ ഉലുൽ അസ്മി മിനർ റസുൽ, ഉലുൽ അസ്മുകളിൽപ്പെട്ട അള്ളാഹുവിന്റെ മുർസലീങ്ങൾ ക്ഷമ അവലംബിച്ചതുപോലെ. ഇതാണ് ഉലുൽ അസ്മുകളുടെ സ്ഥാനം. എല്ലാ അംബിയാ മുർസലീങ്ങളും അങ്ങേയറ്റത്തെ ക്ലേശവും ത്യാഗവും ക്ഷമയും ഒക്കെ അവലംബിച്ചുകൊണ്ടാണ് ദഅവത്ത് നടത്തിയിട്ടുള്ളത്. എന്നാൽ അവരെക്കാളെല്ലാം ആ വിഷയത്തിൽ അങ്ങേയറ്റത്തെ ക്ലേശം സഹിക്കേണ്ടി വന്നവരാണ്. എന്നിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നവരാണ് ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാർ. അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരുടെയും നേതൃത്വത്തിൽ അവർ വന്നത്. എല്ലാ പ്രവാചകന്മാരുടെയും നേതൃത്വം എന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹത്തിന്റെ നേതൃത്വമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അഗ്നികുണ്ഡത്തിലേക്ക് ജീവനോടെ വലിച്ചെറിയപ്പെട്ട ആളാണ്. ഈസാ നബി അലൈഹി സ്വലാം കുരിശിൽ തറക്കാൻ വിധിക്കപ്പെട്ട ആളാണ്. മൂസാ നബി അലൈഹി സ്വലാം, മൂസാ നബിയുടെ ജീവിതം നാം പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസുൽ, ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ ക്ഷമ അവലംബിച്ചതുപോലെ ക്ഷമ അവലംബിക്കുക. വലാ തസ്തഅജിൽ ലഹും, ഒരിക്കലും ഇവരുടെ കാര്യത്തിൽ ധൃതി പിടിക്കേണ്ടതില്ല. ഇവരിങ്ങനെ തെമ്മാടിത്തം കാണിക്കുന്നു. അവരോട് അങ്ങോട്ട് നന്മ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നു, അവരോട് നല്ല വാക്ക് പറയുമ്പോൾ അവരിങ്ങോട്ട് ശകാരിക്കുന്നു, അവരോട് സമാധാനത്തിന് വേണ്ടിയിട്ട് കെഞ്ചുമ്പോൾ അവരിവിടെ യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് മുഴക്കുന്നത്. അവരോട് പാവപ്പെട്ട വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവര്
അവരുടെ നാട്ടിൽ, അവരുടെ വീട്ടിൽ അന്തിയുറങ്ങട്ടെ എന്ന് പറയുമ്പോൾ അവരെ പുറത്താക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലാ തസ്തഅജിൽഹും, അവരുടെ കാര്യത്തിൽ ധൃതി പിടിക്കേണ്ടതില്ല. അവരുടെ ഈ തമ്മാടിത്തവും അവരുടെ ഈ സ്വൈര വിഹാരങ്ങളെല്ലാം കണ്ടിട്ട് നിങ്ങൾ സഹനക്കേട് കാണിക്കരുത്. അവരെ കൈകാര്യം ചെയ്യാനുള്ള സന്ദർഭം വരുന്നേ ഉള്ളൂ. കഅന്നഹും യൗമ യറൗന മാ യുഅദൂന, ഏതൊരു ദിനമാണോ അവർക്ക് താക്കീത് ചെയ്തിട്ടുള്ളത്, അവരുടെ കർമ്മഫലം നൽകുമെന്ന്, ആ ദിവസം നേരിൽ കാണുന്ന സന്ദർഭം. ലം യൽബസു ഇല്ലാ സഅതൻ മിൻ നഹാർ, അവർക്കെല്ലാവർക്കും, എല്ലാ അധികാരികളായ ആളുകൾക്കും തങ്ങൾ ഈ ഭൂമിയിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്നാണ് അവർക്ക് തോന്നുന്നത്. ഇത് ഖിയാമത്ത് നാളിൽ എല്ലാവരുടെയും അവസ്ഥ അതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞു. 60 70 വർഷമൊക്കെ അവിടെ ജീവിച്ച ആളുകളാണ്. പക്ഷെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ തങ്ങൾ ഈ ലോകത്ത് ജീവിച്ചത് കേവലം മണിക്കൂറുകൾ മാത്രമാണ് എന്നാണ് അവർക്ക് തോന്നുന്നത്. അവരോട് ചോദിക്കും, നരകത്തിലുള്ള നരകാവകാശികളോട് ചോദിക്കും, കം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ, നിങ്ങൾ ഭൂമിയിൽ എത്ര വർഷം ജീവിച്ചിട്ടുണ്ടാകും? എന്താണ് അവരുടെ മറുപടി? എല്ലാവരും പറയുന്ന ഒരാളല്ല. ഖാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഞങ്ങൾ ഭൂമിയിൽ ഒരു ദിവസം എങ്ങാനും ജീവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗം, അഥവാ ഏതാനും മണിക്കൂറുകൾ. ഫസ്അലിൽ ആദ്ദീൻ, അതൊക്കെ രേഖപ്പെടുത്തിയവരോട് ചോദിക്കുകയും. കർമ്മപുസ്തകമൊക്കെ കൈ കൊടുത്തിരുന്നല്ലോ, കംപ്ലീറ്റ് രേഖ ഉണ്ടെന്ന് ഇവർക്ക് ബോധ്യമാണ്. അപ്പൊ അതുകൊണ്ട് അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഏതാനും മണിക്കൂർ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടെ തെമ്മാടികൾ തിമിർത്താടുന്നത് നമ്മൾ കാണുന്നു, ദശകങ്ങളായി തിമിർത്താടുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ അല്ലാഹു തആല നടപടി എടുക്കുന്നില്ലല്ലോ. ഇവരിവിടെ അഴിഞ്ഞാടുകയാണല്ലോ, ഇവരുടെ തെമ്മാടിത്തം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. നമ്മുടെ അല്ലാഹു തആല പറയുകയാണ്, ക്ഷമ അവലംബിക്കുക. ഇതങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിരാമം വിട്ടേച്ചു പോകുന്ന ഒരു സംഗതിയല്ല. അള്ളാഹു തആല തീർച്ചയായും അത് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ ക്ഷമ അവലംബിക്കുക, ധൃതി കാണിക്കരുത്. ഈ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ ഇപ്പൊ നമുക്ക് കുറെ കാലം ഇവിടെ ഇവരിങ്ങനെ എന്താ പറയാ അഴിഞ്ഞാടുകയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അവിടെ ചെല്ലുമ്പോൾ ഈ ജീവിതം വളരെ നൈമിഷികമാണ് എന്ന് എല്ലാവർക്കും തോന്നും. ഇത് സത്യവിശ്വാസികൾക്കും അല്ലാത്തവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുക. സൂറത്ത് നാസിയാത്തിൽ കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ, മൊത്തം മനുഷ്യ സമൂഹത്തിന്, അതിന്റെ മുതൽ അവസാനം വരെ അവർക്ക് എല്ലാവർക്കും തങ്ങൾ ഈ ഭൂലോകത്ത് ഒരു പ്രഭാതത്തിന്റെ അല്പഭാഗം അല്ലെങ്കിൽ പ്രദോഷത്തിന്റെ അല്പഭാഗം മാത്രമേ ജീവിച്ചുള്ളൂ എന്ന്. ഇത് ഞാൻ മുമ്പ് പലപ്പോഴും ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഗൾഫുകാർ, പ്രത്യേകിച്ച് ഈ ഫാമിലീസിന് അത്ര ഫീൽ ചെയ്യൂല. ബാച്ചിലേഴ്സ് ആയിട്ട്, ഞാൻ ബാച്ചിലർ ആയിട്ടാണ് ജീവിച്ചെടുത്തോളം അവിടെ ജീവിക്കും. ഒരു കൊല്ലത്തിലായിരിക്കും ലീവിന് വരിക. ചില 2 കൊല്ലം, ചിലർ 11 മാസം കൂടുമ്പോൾ. ഞാൻ ആദ്യം 11 മാസം കൂടുമ്പോൾ വന്നിട്ട് പിന്നെ എയർപോർട്ടിൽ ജോലിയായി 16 വർഷമായി 5 മാസം കൂടും. പക്ഷേ ഇവിടെ ലീവിന് വന്ന് അങ്ങ് തിരിച്ചു പോയിട്ട് അവിടെ ചെന്നിട്ട് പറയും, എല്ലാ ഗൾഫുകാരും പറയും ഇങ്ങനെ ഇരുന്നിട്ട്, ഓ ആ ലീവാണ് തീർന്നത്, തോന്നിയില്ല. ഇതാന്ന് പറയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയി. ഇവിടെ 1 മാസം നിന്നിട്ടുണ്ടാവും. പക്ഷെ തിരിച്ചു ചെല്ലുമ്പോ അല്ലെങ്കിൽ തിരിച്ചു പോകാനാവുമ്പോ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ എന്താ വെച്ചാല്, വളരെ നമ്മൾ ഞാൻ തന്നെ വന്നിട്ടല്ലേ ഉള്ളൂ, ഇത്ര കുറച്ച് ദിവസമായിട്ടുള്ളൂ. പക്ഷെ 1 മാസം നമ്മൾ നിന്നിട്ടുണ്ട്, നമുക്ക് ഫീൽ ചെയ്യില്ല. തിരിച്ച് അവിടെ ചെന്നാലാവട്ടെ നാട്ടിലൊന്ന് പോയി വന്ന പ്രതീതി ഉണ്ടാവും. എന്താ സംഭവം ഗൾഫിലെ ആ വിരസമായ ബാച്ചിലർ ജീവിതമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടെ കുടുംബത്തോടൊപ്പമുള്ള ഈ ജീവിതം കൂടുതൽ സന്തോഷമുള്ളതാണ്. ഇത് തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ സ്കൂൾ അവധി 1-2 അവധി ഉണ്ടാവും. ഈ അവധി ദിവസം വേഗം ഓടിപ്പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. എന്നാൽ സ്കൂളിൽ പോകുന്ന ദിവസം ജോലി, നമുക്ക് അങ്ങനെ തന്നെ, ജോലിക്ക് പോയാൽ നേരം അങ്ങോട്ട് പോയില്ല എന്ന് തോന്നും. ലീവ് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പോയി തോന്നും. ഇത് സമയം എന്നത് മനുഷ്യന്റെ മനസ്സേറ്റ് ബന്ധപ്പെട്ടു. അപ്പോ ഈ ഐഹിക ജീവിതത്തിൽ ഒരുപക്ഷെ നല്ല സുഖ സൗകര്യങ്ങളോടുകൂടി ആയിരിക്കാം ജീവിച്ചത്. പക്ഷേ നാളെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ലോകത്ത് വളരെ കുറച്ച് ജീവിച്ചതായിട്ടാണ് എല്ലാവർക്കും ഫീലിംഗ് ഉണ്ടാകുന്നത്. അപ്പോ
ഇവിടെ അള്ളാഹു താല കാര്യമാണ് പറയുന്നത്. നിങ്ങളിപ്പോ കുറെ കാലമായി ഇവരിവിടെ തെമ്മാടിത്തം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കൊല്ലമായി ഇപ്പൊ BJP വീണ്ടും വീണ്ടും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഡൽഹിയിൽ ഇപ്പൊ അവര് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നാണല്ലോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഇതൊക്കെ തന്നെ വളരെ നൈമിഷികമാണ്. നമുക്കിപ്പോൾ അത് വലിയ സംഗതിയാണ്, കുറെ കാലമായി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒക്കെ യഥാർത്ഥ കർമ്മഫലം നൽകാനുള്ള ആ ലോകത്ത് ചെല്ലുമ്പോൾ ഇതൊക്കെ വളരെ നൈമിഷികമായിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യം വരും. ഇത് നൈമിഷികമായ നശ്വരമായ ജീവിതമാണ്. അപ്പൊ ഇതൊരു പരീക്ഷണമാണ് എന്നതുകൊണ്ട് പരീക്ഷയ്ക്ക് അള്ളാഹു താല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വരെ അള്ളാഹു താല അതൊരു വ്യക്തിയാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും ഒരു രാജ്യമാണെങ്കിലും ഒക്കെ അള്ളാഹു താല കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരമുള്ള നടപടി വരിക തന്നെ ചെയ്യും. അതുവരെ നിങ്ങൾ ക്ഷമ അവലംബിക്കണം. ബലാ, ഇതാ വ്യക്തമായ ഒരു സന്ദേശമാകുന്നു ഈ നൽകുന്നത്. ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ, തെമ്മാടികളായ തോന്നിവാസികളായ ജനതയല്ലാതെ നശിപ്പിക്കപ്പെടുന്നു. അപ്പോ അങ്ങനെയുള്ളവരെ അള്ളാഹു തആല നശിപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പൊ പലർക്കും ഉള്ളൊരു ചിന്ത എന്താ വെച്ചാല്, മുമ്പ് ഇപ്പൊ ഈ യഹൂദ നബിയുടെ ജനതയെ അള്ളാഹു തആല നശിപ്പിച്ചു എന്ന് പറഞ്ഞു, സ്വാലിഹ് നബിയെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു, ഇങ്ങനെ കുറെ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ എന്താണ് അങ്ങനെ അള്ളാഹു തആല നശിപ്പിക്കാത്തത്? ന്യായമായ സംശയമാണ്. എന്നോട് പലരും പല സന്ദർഭത്തിൽ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ആ സമൂഹവും ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സമൂഹവും തമ്മിലുള്ള അന്തരം എന്ന് ചോദിച്ചാല്, അന്ന് പ്രവാചകന്മാർ നിയോഗിക്കപ്പെടുന്നത് ഒരു നാട്ടിലേക്ക്, ഒരു സമൂഹത്തിലേക്കാണ്. അന്ന് ആ കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹം ഇന്നത്തെ ഈ ഗ്ലോബൽ വില്ലേജ് ആയിട്ട് ജീവിക്കുന്നതല്ല. ഒരു പ്രദേശത്തുള്ളവർ അവരവിടെ ജീവിക്കുന്നു. ഓക്കെ, അങ്ങോട്ടാണ് പ്രവാചകനെ നിയോഗിക്കുന്നത്. ആ പ്രവാചകന്മാർ സന്ദേശം എത്തിച്ചു, മുഅ്ജിസത്തൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ സ്വീകരിക്കാൻ കൂട്ടാക്കാതിരുന്നാൽ സത്യവിശ്വാസം സ്വീകരിച്ചവരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്, സർവ്വലോകത്തേക്കും സർവ്വകാലത്തേക്കുള്ള പ്രവാചകൻ. അതുകൊണ്ട് തന്നെ മുൻകഴിഞ്ഞ സമൂഹങ്ങളെ നശിപ്പിച്ചതുപോലെ അല്ലാഹു തആല ഇനി ഈ സമൂഹത്തെ ഒന്നായിട്ട് നശിപ്പിക്കും. മറിച്ച് ഒന്നായിട്ടുള്ള നാശം ഇനിയാണ് വരാനുള്ളത്. അത് ഖിയാമത്ത് നാളിലാണ്, സൂറ നഹ്ലിൽ, ഈ ലോകത്തിന്റെ തന്നെ അവസാനം. അതിന്റെ മുൻപ് ഏതെങ്കിലും ഒരു വിഭാഗം, ഒരു ജനത, ഒരു രാജ്യം കൂടുതൽ തെമ്മാടിത്തം കാണിക്കുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ ആയത്തിലേതുപോലെ ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ അങ്ങനെ കൊടുക്കും. നേരത്തെ വലിയൊരു ചുഴലി അയച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഒരു എന്താ പറയാ, ഒന്നായിട്ട് ഒരു സംസ്ഥാനത്തെ ഒക്കെ ബാധിക്കുന്ന രൂപത്തിലുള്ള വലിയ ഇത്. ഇനി ഖുർആനിൽ ആ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു ശിക്ഷ, ഒരു ഷോക്ക് കൊടുത്തിട്ട് പാഠം പഠിച്ചില്ല തന്നെ അതിന്റെ വലുതാ പിന്നെ കൊടുക്കുക, പിന്നെ അതിന്റെ വലുതാ കൊടുക്കുക, അങ്ങനെ തന്നെ അക്ബർ മിൻ ഉഖ്തിഹ, നേരത്തെ ഉള്ളതിന്റെ വലുതാണ് പിന്നെ കൊടുക്കുക. ഈ രൂപത്തിൽ അല്ലാഹു തആല ഓരോ സമൂഹങ്ങൾക്കും ഇത് കൊടുത്തു. എന്നിട്ടൊന്നും ഫലം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കൊടുതിയായിരിക്കും. അത് എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് ലോകത്തെ മൊത്തം ഗ്രസിക്കുന്ന രൂപത്തിലായിരിക്കൂല. അത് ആ തെമ്മാടികൾ താമസിക്കുന്ന പ്രദേശത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ മാത്രം ബാധിക്കുന്ന രൂപത്തിലായിരിക്കും. പക്ഷെ ആ കൂട്ടത്തിൽ എന്ത് സംഭവിക്കും? അവിടെയുള്ള സ്വാലിഹ്യങ്ങളും പെട്ടുപോകും. അതങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്ത് ജീവിക്കുന്ന സ്വാലിഹ്യങ്ങൾ പോലും അവിടെ ശിക്ഷ വരുമ്പോൾ അതിൽ പെട്ടുപോകും. അപ്പോ അതുകൊണ്ടാണ് ആ മുൻകഴിഞ്ഞ സമൂഹങ്ങളെ നശിപ്പിച്ചതുപോലെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള സമൂഹങ്ങളെ നശിപ്പിക്കാത്തത്. ഇനി സർവനാശം മാത്രമാണ് സംഭവിക്കുക. ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ, തെമ്മാടികളെ അല്ലാതെ നശിപ്പിക്കപ്പെടുമോ എന്ന ചോദ്യത്തോടു കൂടിയാണ് അല്ലാഹു തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ഞാൻ സൂറത്ത് മുഹമ്മദിന്റെ അല്പഭാഗം പറയാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ സന്ദർഭവശാൽ അങ്ങോട്ട് എത്തിയിട്ടില്ല. 2 സൂറത്ത് നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നമുക്കിപ്പോൾ ഒരാഴ്ചയേ ഉള്ളൂ. പിന്നെ ആപേക്ഷികമായി കൂടുതൽ ചോദ്യം വരാൻ സാധ്യത സൂറത്തുൽ ഫത്ത്ഹ്, മുഹമ്മദിന് ശേഷമുള്ള സൂറത്താണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ സൂറത്തുൽ മുഹമ്മദിന്റെ ഒരു ആമുഖം മാത്രം പറയും. കാരണം എന്താ വെച്ചാൽ അതിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില സംഗതികൾ യുദ്ധ സംബന്ധമായിട്ടുണ്ട്. അത് ആമുഖം മാത്രം പറയും.
സൂറത്തിലേക്ക് പ്രവേശിക്കൂല. എന്നിട്ട് സൂറത്തുൽ ഫത്ഹാണ് ബാക്കി സമയം വിവരിക്കുക. ഫത്ഹ മുഴുവനാക്കാനൊന്നും കഴിയില്ല. പക്ഷെ ആപേക്ഷികമായി കൂടുതൽ ചോദ്യം നമ്മുടെ ക്വിസിൽ ഉണ്ടാകുക ഫത്ഹിലാണ് എന്നതുകൊണ്ട് അതാണ് കൂടുതൽ സമയം അടുത്ത ക്ലാസ്സിൽ വിവരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله السلام ورحمة الله وبركاته. لا إله إلا أنت سبحانك. الله ربي.